എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത്, അഡ്വക്കേറ്റ് പ്രശാന്താണ്. യെസ്. നമസ്കാരം. ഇന്ന് നമ്മളുടെ അതിഥിയായിട്ട് ഇന്ന് പെട്ടെന്ന് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ ഒന്നും നോക്കാതെ അത് സ്വീകരിച്ച് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നതിൽ പ്രത്യേക ഒരു നന്ദി തുടക്കത്തിൽ തന്നെ ഞാനൊന്ന് അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മളെല്ലാവരും ഒരു ഗോവധം, അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഗോരക്ഷാ സേന ആ വധം അവിടെ പാടില്ല എന്ന് അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വിജിലാൻറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇവിടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട അവർ അരങ്ങ് വാഴുന്ന ഒരു സ്ഥലമാണ് ഹരിയാന. അപ്പോൾ അതിൽ ഒരു സംഭവം, സാബിർ മാലിക് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഇതുപോലെ കൊന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. ഇന്ന് വീണ്ടും ഒരു വാർത്ത നമ്മൾ കേൾക്കാനിടയാവാണ്. അവിടെ ഹരിയാനയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി, കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം നേരിട്ടുകൊണ്ട് ഒരു 19 വയസ്സുകാരനായിട്ടുള്ളൊരു യുവാവ് അവിടെ വീണ്ടും കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരം ഇത് കൊല്ലപ്പെടുന്നൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഗോവധം എന്ന് പറയുന്നൊരു വിഷയവും അതിൻ്റെ ഒരു നാൾ വഴികളും അത് സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് കാഷ്വലായിട്ട് സംസാരിച്ച് പോകാമെന്നും ആ നിയമത്തിൻ്റെ ഒരു സാധുത അത് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അത് എത്രമാത്രം നമുക്ക് ഭീഷണിയായി മാറും വരും നാളുകളിൽ എന്നതിനെക്കുറിച്ചും ഇത് ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വളരെ ഒരു സൂപ്പർഫിഷ്യലാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പല കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകേണ്ടതുള്ളതുകൊണ്ട് അങ്ങനെ പരത്തിയുള്ളൊരു ചർച്ച ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഗതം അഡ്വക്കേറ്റ് പ്രശാന്ത്. നമുക്ക് നേരെ കടന്നാലോ? അപ്പൊ എന്താണ് ഇതിൽ ആമുഖമായിട്ട് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തെ അത് എടുത്ത് സംസാരിച്ചതിന് ആരിഫിനോട് ഞാൻ തീർത്താൽ തീരാത്ത ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം മനുഷ്യരെ എപ്പോഴും മനുഷ്യനെ കൂടെയുള്ള സഹജീവിയെ തല്ലിക്കൊല്ലുന്നതിനപ്പുറം വലിയൊരു ക്രൂരകൃത്യമില്ല. അഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തെപ്പറ്റി നമ്മൾ അഭിമാനപൂർവ്വം ഇത്രയും നാള് ഒരു സഹശക്തി അല്ലെങ്കിൽ ടോളറൻസ്, ഗാന്ധിജിയുടെ രാജ്യം, ബുദ്ധന് ജന്മം കൊടുത്ത രാജ്യം എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരു രാജ്യത്ത് ഇതുപോലുള്ളൊരു സംഭവം നടന്നപ്പോൾ അതിനെതിരെ ആദ്യമേ പ്രതികരിച്ചതിന് ഇത് പല ഭാഗത്ത് ഇന്ത്യയിൽ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും, ആരിഫിനറിയായിരിക്കും, 2017 ഇതിനെതിരെ തുഷാർ ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ, സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയും ജസ്റ്റിസ് എം ഖൻവിൽക്കറും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡും ബെഞ്ച് ഇതിനെതിരെ, ഈ മോബ് ലിഞ്ചിങ്ങിനെതിരെ ഇന്ത്യ ഗവൺമെന്റിനും ഓരോ സ്റ്റേറ്റിലും ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിധി പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്, ഈ മോബിന് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. അവിടെ പോലും പ്രൈവറ്റ് സിറ്റിസൺ ഇങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ല. അവർക്കെതിരെ ഓട്ടോമാറ്റിക് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്യണം. പിന്നെ ശക്തിവാഹിനി കേസിൽ പഞ്ചായത്തിനെതിരെ കൊടുത്തൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെയുള്ള ഗൈഡ് ലൈൻസ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന്റെ കീഴിലുള്ള ഒരു സമിതി ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ ഏർപ്പെടുത്തുകയും വേണം. പിന്നെ ഒരു സെപ്പറേറ്റ് ലോ, മോബ് ലിഞ്ചിങ്ങിനെതിരെ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതി സജസ്റ്റ് ചെയ്തു. BNS എന്ന് പറഞ്ഞപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് 2023 കൊണ്ടുവന്ന ആ നിയമത്തിൽ, അത് 2024 ജൂലൈ 1 മുതൽ പ്രാവർത്തികമായി. അതിലെ സെക്ഷൻ 103(2) പറയുന്നത് വായിക്കാം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. When a group of 5 or more persons acting in concert commits murder on the ground of race, caste or community, sex, place of birth, language, personal belief, or any other similar ground, each member of such group shall be punished with death or with imprisonment for life and shall also be liable to fine. അപ്പോൾ ഇപ്പോൾ വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണ് മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത്. പുതിയ നിയമസംഹിത അനുസരിച്ച് ഒരു സ്പെസിഫിക് ഒഫൻസ് ആയിട്ട് മാറി. നേരത്തെ അത് IPC ഉണ്ടായിരുന്ന വിവിധ കുറ്റങ്ങൾ ചുമത്തിയാണ് ട്രൈ ചെയ്തിരുന്നത്. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ നിയമസംഹിതയിൽ അത് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യാനില്ല. അത് ആദ്യമേ പറഞ്ഞതിന് ആരിഫ് ഹുസൈൻ്റെ അടുത്ത് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഒരു ആരിഫിനെതിരെയുള്ള ഒരു അലിഗേഷൻ പലരും പറയുന്നത്
ആരിഫ് പിന്നെ ഈ ഹിന്ദുത്വ വർഗീയവാദത്തിനെതിരായിട്ട് സംസാരിക്കുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൂടുതലും ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിനെതിരെയാണ്. അതുകൊണ്ട് ആരിഫിനെ സംഘിയാണെന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. പിന്നെ ആരിഫിനെ കൂടുതൽ ഫോളോ ചെയ്യുന്നവർ സംഘപരിവാറിന്റെ അനുയായികളാണെന്ന് എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അലിയേഷൻ, ആരിഫ് എൻ്റെ സുഹൃത്താണ്, ആരിഫിനെ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ആരിഫുമായിട്ട് ചില വിയോജിപ്പുകളുണ്ട് എനിക്ക്. ഉദാഹരണത്തിന് ഈ ഞാനത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഈ മൈനോറിറ്റി മജോറിറ്റി കമ്മ്യൂണലിസത്തിന്റെ കാര്യം പറയുമ്പം ഏത് രാജ്യത്തും മജോറിറ്റി കമ്മ്യൂണലിസമാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമതൊരു ആരിഫായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു വിയോജിപ്പ്, ഈ സംവരണത്തിന്റെ കാര്യത്തിലൊക്കെ ഞാൻ ചില വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് ചില കാര്യങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇന്ന് ഈ പറഞ്ഞ കാര്യത്തില് ഈ ആരിഫ് പറഞ്ഞ ഈ ഗോവധത്തിന് ഇത് അല്ലെങ്കിൽ ഈ അതിന്റെ പേരിലുള്ള ലിഞ്ചിങ്, മനുഷ്യനെ കൊല്ലുന്ന ആൾക്കൂട്ട കൊലപാതകം, അല്ലെങ്കിൽ ബീഫ് തിന്നതിന്റെ പേരിൽ മനുഷ്യനെ കൊലപാതകം നടത്തുന്ന അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കടമ എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു മതം ഫോളോ ചെയ്യുന്നവർ അതിനെ തള്ളിപ്പറയണം. പിന്നെ സംഘപരിവാർ അല്ലെങ്കിൽ അതിന്റെ പൊളിറ്റിക്സ് നടപ്പാക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വിശ്വസിക്കുന്നവർ, അതായത് ഗോവധം നിരോധിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് ബാൻ ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ. അവിടെ ഉള്ളവർ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധം തീർക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മജോറിറ്റിയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്. കേരളത്തിൽ ഇത് പ്രതികരിച്ചത് നന്നായി, മലയാളത്തിൽ ആരിഫ് ഇത് പറഞ്ഞു നന്നായി, അത് ഇംഗ്ലീഷിലൂടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നോർത്തിലും ഒക്കെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് വളരെ അത്യാവശ്യമായിട്ട്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം, ഒരു വാക്ക് സൂചിപ്പിച്ചു, ഹിന്ദുക്കൾ ഇത് തള്ളിപ്പറയണം എന്ന് പറയുന്നൊരു വാചകം ഉപയോഗിച്ചു. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല? അതായത് ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലൊരു ഭീകരവാദ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഓരോ മുസ്ലിമും അത് പറയേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്, അങ്ങനെ പറയേണ്ടി വരരുത്, അങ്ങനെ എന്തിനാണ് മുസ്ലിങ്ങൾ നിർബന്ധിക്കുന്നത് എന്ന ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് പറയാൻ പാടില്ല, അങ്ങനെ മുസ്ലിമിൻ്റെ തലയിൽ വെച്ച് കെട്ടേണ്ടതില്ല എന്ന് നമ്മൾ പറയാൻ സാധിക്കുന്ന അതേ നമ്മൾ തന്നെ ഈ ഒരു വിഷയം വരുമ്പോൾ ഇതിൽ ഓരോ ഹിന്ദുവിനും അങ്ങനെ ഒരു സംഗതി അങ്ങനെ പറയേണ്ട ഒരു ബാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിയാണോ? രണ്ട് രീതിയിൽ പറയാം. ഞാൻ പറയുന്നത്, പ്രതികരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇവിടെയുള്ള ഇപ്പം ആരിഫ് ജന്മം കൊണ്ട് മുസ്ലിം ആണല്ലോ, അത് മതവിശ്വാസമില്ല, മതവിശ്വാസം വിട്ടയാളാണ്. പക്ഷെ ആരിഫ് അത് വിമർശിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഒരു വർഗീയവാദം ചെയ്യുകയാണെങ്കിൽ ഞാൻ വിമർശിക്കും. അല്ലെങ്കിൽ അതിന് ആ മതത്തിനകത്ത് വിമർശനവും അതിനെ തള്ളിപ്പറയും. അതായത് വിമർശനം ഒന്നാമത്തത്. രണ്ടാമത് നോട്ട് ഇൻ മൈ നെയിം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മളിങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പം ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയാൻ ഒരു മജോറിറ്റി ഇവിടെ വേണം. നമുക്കതിന് പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില ആളുകൾ ഒപ്പിക്കുന്ന തീവ്രവാദം വരുമ്പോൾ അതിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്ന് ഞങ്ങളതിനെ പറയണമെന്ന് നമ്മളപ്പോൾ പറയണ്ടേ? ഇവിടെ കേൾക്കുന്നത് അത് പറയാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ മുസ്ലിങ്ങളെ എല്ലാവരെയും ആ രീതിയിൽ തീവ്രവാദത്തെ തള്ളി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത്, അവരെ നമ്മൾ അങ്ങനെ ക്രൂശിക്കരുത് എന്നല്ലേ പറയാറുള്ളത്? അതാണ് ഞാൻ ചോദിച്ചത്. ഒരു തള്ളി പറയാത്തത് കൊണ്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അർത്ഥമില്ല. പലരും സൈലന്റ് ആയിട്ട് ഇതിനെ എതിർക്കുന്നവരുണ്ട്. പറയാൻ ഇപ്പൊ തന്നെ ആരിഫാണ് ഇതിനെപ്പറ്റി സംസാരിച്ചത്. എത്ര പേര് ഈ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ എത്ര ഹിന്ദുക്കൾ സംസാരിച്ചു? അല്ലെങ്കിൽ ബാക്കി എല്ലാ മതത്തിലും പെട്ടവരെ തള്ളിപ്പറയേണ്ട ഇന്ത്യക്കാർ മുഴുവൻ ഇതിനെ. കാരണം നേരത്തെ ആരിഫ് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കും. നാണക്കേട് മാത്രമല്ല, ഇവിടെ ജീവന് സുരക്ഷയില്ലാത്ത ഒരവസ്ഥ വരുന്നത് എല്ലാവർക്കും ഭീതി ഉണർത്തുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലാണെങ്കിലും ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണെങ്കിലും ഒക്കെ, അവിടെ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് അവിടെയുള്ള ഈ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഞാനിത് പിന്നെ ഇപ്പോഴത്തെ പ്രൊഫസർ യൂനസ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് ആ രാജ്യത്തുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ, രാജ്യം മാത്രമല്ല ഒരു സംസ്ഥാനത്താണെങ്കിലും ഒരു ചെറിയൊരു സ്ഥലത്ത് കുറെ പേര് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ മജോറിറ്റി അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ബാധ്യത കൂടുതൽ അവർക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ വോയിസ് സപ്രസ് ചെയ്യപ്പെടും. ന്യൂനപക്ഷങ്ങളുടെ എന്തെല്ലാം പറഞ്ഞാലും അവരുടെ വോയിസ് അത്ര പ്രകടമായിട്ട് മജോറിറ്റി അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം.
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗോവധം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, മോബ് ലിഞ്ചിങ്, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടി വരുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് ഈ ഗോവധ നിരോധന നിയമവും അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കണമെന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പരാമർശവും ഇതെല്ലാം കൂടി ചേരുമ്പോഴല്ലേ ഈ ഒരു സംഗതിക്ക് കളമൊരുങ്ങുന്നത്. അപ്പോൾ അതിനെ ഒരു നിയമവിദഗ്ധൻ എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു? ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലത്തുണ്ടോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഭരണഘടന രൂപീകരിച്ച സമയത്ത് ചില ആശയങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ അന്ന് നിലനിന്നിരുന്ന സംവിധാനങ്ങളും കുറേ വസ്തുതകളും വെച്ചിട്ട് അതിൽ ചില കാര്യങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്, അതായത് നിർബന്ധമായിട്ടും പൗരന്മാർക്ക് സ്റ്റേറ്റ് കൊടുക്കേണ്ട, ഗവൺമെൻറ് അഷ്വർ ചെയ്യേണ്ട കുറേ റൈറ്റ്സ്, കുറേ അവകാശങ്ങൾ, അത് കോടതി പോയി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് പാർട്ട് 3 എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അങ്ങനെ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയാത്തത്, എന്നാൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെയും ഭരണത്തിലൂടെയും കൊണ്ടുവരാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് എഴുതി. അതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചും പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന വികാരങ്ങളും അവിടെ നിന്നുണ്ട ഈ ഹിന്ദു മതത്തിൽപ്പെട്ട പല മെമ്പേഴ്സിന്റെയും ആവശ്യമൊക്കെ മാനിച്ചും ആണ് ഈ അത് ഗോവധം പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ടല്ല, അതില് ഞാൻ ആ പ്രൊവിഷൻ വായിക്കാം. അതില് ആ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിലാണ് അത് എഴുതി വെച്ചത്. ശരിയാണ് ആരിഫ് പറയുന്നത്, ചില സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള നിയമവും ഉണ്ട്. അവിടെ പോലും അതാണ് ഈ പിന്നെ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ പറഞ്ഞത്, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും നിയമം നടപ്പാക്കേണ്ട ബാധ്യത ഗവൺമെന്റിനാണ്. ജനങ്ങൾക്ക് അത് നിയമം നടപ്പാക്കാനാണ് എന്ന വ്യാജേന അത് നിയമം കയ്യിലെടുക്കുകയോ ആളുകളെ കൊലപ്പെടുത്തുകയോ, അതായത് ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലൊക്കെ പോകുന്നത്, വളരെ മോബ് വയലൻസിലേക്ക് പോകുന്നത് ശക്തമായിട്ട് തടയണമെന്നാണ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ. അല്ല സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു നിയമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മളുടെ IPC അല്ലെങ്കിൽ ഇപ്പോൾ ന്യായ സംഹിത എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് വിഷയമായാലും, ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ അവിടെ മധുവിനെ തല്ലിക്കൊന്നൊരു കഥ നമ്മളെപ്പോഴും പറയാറുണ്ട്, ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, ആദിവാസി യുവാവ്. അപ്പോൾ അന്നും നമ്മൾ പറയുന്നത് എന്താണ്, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ മോബ് വയലൻസ് അത് ഏത് നിയമത്തിൻ്റെ പേരിലായാലും അത് പാടില്ല, അത് ഗോവധത്തിൻ്റെ പേരിലായാലും പാടില്ല. അതൊരു കോമൺ കണ്ടീഷനല്ലേ, ഒരു ക്രൈറ്റീരിയ അല്ലേ. അത് ഇതിൽ മാത്രം എടുത്തു പറയേണ്ട ഒരു ആവശ്യകത അങ്ങനെ വരുന്നത്, അപ്പോഴും അത് കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ, അതിൽപ്പെട്ട ചില ആളുകളുടെ, ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുമ്പോൾ എല്ലാ ഹിന്ദുമതക്കാരും ഈ മാതാവിനെ മാതാവായിട്ട് കാണുകയും അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വന്ന, സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു വിഷയമില്ല, അവർ പശുവിറച്ചിയോ പോത്തിറച്ചിയോ എല്ലാം തിന്നുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനറലൈസേഷൻ നടത്തുമ്പോൾ അതും ഒരു ഔട്ട് ഓഫ് ഒരു പ്ലേസായി മാറുന്നില്ലേ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിനകത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, അതിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് ഒരു മിനിറ്റ് ഞാൻ അതിനകത്ത് ആർട്ടിക്കിൾ 48 പറയുന്നത്, ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. The state shall endeavor to organize agriculture and animal husbandry on modern and scientific lines, and shall, in particular, take steps for preserving and improving the breeds and prohibiting the slaughter of cows and calves and other milch and draught cattle. അതായത് മനുഷ്യന്റെ ഭൂരിപക്ഷ ജനങ്ങളുടെ ഒരു അന്നത്തെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും മാനിച്ചുകൊണ്ട് പാലുറവയൊക്കെ ഉള്ള പശുക്കളെ കൊല്ലുന്നത് ഒരു ഇതിനെതിരായിരുന്നു, ആളുകളുടെ ഒരു വികാരത്തിന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഇതിനെതിരായിരുന്നു. കൊണ്ട് അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് എഴുതി വെക്കാൻ സ്റ്റേറ്റിന് വേണമെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരാം എന്ന് ഭരണഘടനാ അസംബ്ലിയിൽ പാസ്സാക്കിയിട്ട് അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാക്കി കൊണ്ടുവന്നു. അപ്രകാരം പല സ്റ്റേറ്റുകളിലും ഈ നിരോധനം ഉണ്ട് താനും. ഇപ്പം അവിടെ ഈ ബീഫ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്, ഉദാഹരണത്തിന് കേരള ഹൗസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബഫല്ലോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ബീഫ് വിത്തിൻ ബ്രാക്കറ്റ് ബഫല്ലോ. കാരണം അവിടെ ഒരു അറ്റാക്ക് നടന്നിരുന്നു അന്ന്, ഇവിടെ ബീഫ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേരള ഹൗസ് അറ്റാക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. രക്ഷയില്ല. അല്ല, അന്ന് കേരള ഹൗസ്
അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിനെ കണ്ടം ചെയ്തിരുന്നു കുറച്ച്. അപ്പൊ ഈ ഒരു കാര്യത്തില് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഇതില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഏത് രാജ്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും അത് നിയമ സംവിധാനത്തിന്റെയും കടമ. അത് കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം എൻഷുർ ചെയ്തുകൊണ്ട് വേണം ബാക്കി നിയമങ്ങളൊക്കെ നടപ്പാക്കാൻ. ഇങ്ങനെയുള്ള എന്ത് നിയമം ഉണ്ടെങ്കിലും, ഇനി ഉദാഹരണത്തിന് ഒരു റിലിജന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, ഒരു ബിലീഫ് പ്രൊട്ടക്ട് ചെയ്യാണ്. ആർട്ടിക്കിൾ 25 റൈറ്റ് ടു റിലീജിയൻ അത് പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പഠിപ്പിക്കാൻ, നമ്മുടെ മതം വേറെ ആളെ പറഞ്ഞ് പഠിപ്പിക്കാനും പിന്നെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനൊക്കെയുള്ള അവകാശമുണ്ട്, ആർട്ടിക്കിൾ 25 പക്ഷെ അത് സബ്ജക്ട് ടു അതർ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതർ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം, പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇപ്പൊ ആരിഫ് പറയുന്ന കാര്യങ്ങൾ പലതും മതവിമർശനം എന്തിന്റെ പരിധിയിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ടാണ് അതിന് ഈ ഭരണഘടനാ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് സംസാരിക്കാൻ പറ്റുന്നത്. അതിലൊരു മതരാഷ്ട്രമായിരുന്നെങ്കിൽ, പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്, അതുപോലെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ നമുക്കൊരു സംസാരം പോലും നടക്കില്ല. കാരണം അതിനകത്ത് സ്റ്റേറ്റ് പറയില്ല ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യത്തിന്റെ മതം ഏതാണോ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച പോലും അനുവദനീയമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇതില് ആരിഫ് പറയുന്നതിനകത്ത് ഞാൻ ഒരു ആ വീഡിയോയ്ക്കകത്ത് ഒരു ഭാഗത്തില് നിങ്ങൾ ഹിന്ദുക്കൾ പറയണ ഇത് നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ പശുവിനെ കൊല്ലുന്നതിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അപ്പം ഞാൻ ഇതിനകത്തൊരു മതപണ്ഡിതനൊന്നുമല്ല. പശുവിനെ കൊല്ലുന്നതിനെതിരെ എന്നുള്ളതല്ല, പശുവിനെ കൊല്ലുന്ന ആളുകളെ ഇതുപോലെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നത്, അതാണ് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഹിന്ദു മതത്തിൽ പശുവിന് ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു സാക്രമെന്റ് എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞു വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു പരിമിതമായ ഹിന്ദു ആ ഒരു വിശ്വാസത്തിൻ്റെ നോളജ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, വായിച്ചതും കേട്ടതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ചില യാഗങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലെ ഗോവധം അവിടെ പറഞ്ഞു വെക്കുന്നു, അതെല്ലാം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പോലും പശുവിനെ രക്ഷിക്കണം, ബ്രാഹ്മണനെ രക്ഷിക്കണം, അതിനെ സുഖിപ്പിക്കണം എന്ന് പറയുന്നത് നമ്മളവിടെ പറയാറുണ്ട്. അപ്പോൾ അതൊരു വശത്തുള്ളപ്പോൾ തന്നെ ഇപ്പുറത്ത് ഇങ്ങനെയും പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, പശുവിനെ ഞാൻ അതിൻ്റെ ഒരു സ്ക്രിപ്ചറൽ ബാക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി അതൊന്നും ഉണ്ടെങ്കിൽ തന്നെ, ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അതാണ്, അതുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഹിന്ദു അത് ഫോളോ ചെയ്യുമോ എന്നും കൂടി ഒരു ചോദ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അതാണ് നമ്മളെ ചോദ്യം. ഞാനൊരു 2-3 മിനിറ്റ്സ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ആരിഫ് സമ്മതിച്ചല്ലോ, അത് ഞാനും ഹിന്ദു മതത്തില് പിന്നെ ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാളല്ല, സംസ്കൃതം എനിക്കറിയില്ല. അപ്പം ഇപ്പം ആരിഫ് കണ്ടു കാണും, മലപ്പുറത്ത് ഈ മാസം 8-ാം തീയതി ജബ്ബാർ മാഷും അയ്യൂബ് മൗലവിയും അറബി അറിയാത്തവര് ഖുറാൻ വിമർശനം പാടുണ്ടോ എന്നുള്ളതിനെ പറ്റി ചർച്ച. അതുപോലെ അടുത്ത ഒരു ചർച്ച വെക്കണം, സംസ്കൃതം അറിയാൻ മേലാത്തവർക്ക് ഹിന്ദു മതത്തെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള വിമർശിക്കാനുള്ള അവകാശമുണ്ടോ. അത് ഇപ്പൊ ഞാൻ കണ്ടത് ഡോക്ടർ TS ശ്യാംകുമാറും രാഹുൽ ഈശ്വറുമായിട്ടുള്ള സംഭാഷണം വാച്ച് ചെയ്തപ്പം വളരെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു. അതിനകത്ത് ശ്യാംകുമാർ പറയുന്നത് ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ വിവേചനം വളരെ വ്യക്തമാണ്. അപ്പൊ രാഹുൽ ഈശ്വർ ചോദിച്ച ചോദ്യം, ഇത് ഇന്ന് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, ശ്രീനാരായണ ഗുരു അങ്ങനെ പറഞ്ഞു, സ്വാമി വിവേകാനന്ദ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഈശ്വർ. അപ്പൊ അതില് ഡോക്ടർ ശ്യാംകുമാർ പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന ഗ്രന്ഥത്തിലെ മൂലഗ്രന്ഥത്തില് ഇതിന്റെ ബേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതുണ്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അതുപോലുള്ള സാൻസ്ക്രിറ്റ് സ്കോളേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം ആരിഫ് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരും. ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊരു വിശ്വാസിയായിരുന്നു. അപ്പം അതില് ഹിന്ദു മതത്തില് ജനിച്ചത് കൊണ്ട് മെയിനായിട്ട് അതാണ് വായിച്ചത്. ഗീതയും രാമായണവും ഒക്കെ വായിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം അധ്യാത്മ രാമായണം വായിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ടീച്ചിങ് ഉണ്ടല്ലോ, എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിലേക്ക് എത്തുന്ന വിവിധ വഴികളാണ് പറയാം. അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ടോളറൻസ്, യൂണിവേഴ്സൽ ടോളറൻസ് അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് വിശ്വസിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് മതങ്ങളെല്ലാം ബൈബിള് വായിക്കുക. ഇവിടെ വന്നിട്ട് ഡൽഹി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ ക്ലാസ് ജോയിൻ ചെയ്തിരുന്നു കുറച്ചു നാള്. പിന്നെ ഖുറാന്റെ കുറച്ച് പരിമിതമായിട്ടുള്ള പുസ്തകങ്ങള് ചില സുഹൃത്തുക്കള് ഗിഫ്റ്റ് ചെയ്തതും, പിന്നെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഖുറാൻ, കുറച്ച് പുസ്തകങ്ങൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം
വെച്ചിരിക്കുന്നത് ഇതൊരു ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ മതങ്ങളെ ഇനിയുള്ള കാലത്ത് വിശ്വാസം പ്രത്യേകിച്ച് മനുഷ്യരെ ഇതുവരെ ഏതൊക്കെ വിശ്വാസങ്ങളിൽ കൂടിയാണ് വന്നത് എന്ന് അറിയാനെങ്കിലും അറിയാം. ഇത് അറിയിക്കുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ ഋഗ്വേദത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ റാൽഫ് ടി എച്ച് ഗ്രിഫിത്ത് കമ്പൈൽഡ് ബൈ പ്രൊഫസർ MM നൈനാൻ, അത് നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പം അതിൽ 383 പ്രാവശ്യം കൗ എന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. പശുവിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ട്. അപ്പം ഇത് നോക്കാനുള്ള കാരണം തന്നെ വേദങ്ങൾക്കകത്ത് അങ്ങനെയൊന്നുമില്ല. വേദങ്ങളൊക്കെ വളരെ ഭയങ്കര ഇതാണല്ല, അപൗരുഷേയം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നാണ്, മനുഷ്യനിൽ നിന്നുള്ളതല്ല. അപ്പൊ വേദങ്ങൾ ഭയങ്കര സയന്റിഫിക് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് നോക്കാവില്ല എന്ന് വിചാരിച്ച് നോക്കിയപ്പം കഥകളുണ്ട്. അതിനകത്ത് ഇതുപോലെ കൗവിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഖുറാനിൽ ഏറ്റവും വലിയ സൂറത്ത് ഖുറാൻ എടുത്തു കഴിഞ്ഞാൽ അത് ആ സൂറത്തിൻ്റെ പേര് തന്നെ കൗന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗോരക്ഷകരായിട്ട് മാറേണ്ടത് മുസ്ലിങ്ങളല്ലേ? പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ വെട്ടിക്കൊന്ന് തിന്നുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആരിഫിനോട് ഒരു കാര്യം സംശയം ചോദിക്കാം. ഈ ഋഗ്വേദത്തിനകത്ത്, ഋഗ്വേദമാണല്ലോ ഏറ്റവും ഏർലിയസ്റ്റ് വേദം എന്ന് പറയുന്നത്, അതില് പശുവിനെ പറ്റി തന്നെ ഒരു സ്റ്റാൻസ ഉണ്ട്. അത് ഞങ്ങളുടെ പശുക്കളെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ കാലത്തെ ആളുകള് പാവങ്ങൾ അവര് ഈ കൃഷിയൊക്കെ തുടങ്ങിയ സമയത്ത് പശുവിനെ വളർത്തി അതിന്റെ പാലൊക്കെ കറന്ന് അത് ഉപയോഗം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആളുകൾക്ക് ഈ ഒരുപക്ഷെ അതിനെ തട്ടിക്കൊണ്ടുപോകുന്നവരോ കൊന്നു തിന്നുന്ന മൃഗങ്ങളോ ഒക്കെ ഉള്ളത് ഇന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ഋഗ്വേദത്തിലുണ്ട്. ഋഗ്വേദത്തിൽ ഇത് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണോ അതിലുണ്ടോ? ഉണ്ട്. ഇനി വേറൊരു ശ്ലോകം പറയാം. ഈ ഋഗ്വേദത്തിലെ ബുക്ക് 10 ഹൈം 99 അതിൽ പറയുന്ന വിഷ്ണു ഇങ്ങനെ ഭൂമി ഇളകി പോകാതിരിക്കാൻ പർവ്വതങ്ങളെ കൊണ്ട് ആണി അടിക്കുന്ന പോലെ അടിച്ചു നിർത്തിയിരിക്കുകയാണ്, ഭൂമി ഇളകി പോകാതിരിക്കാൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഖുറാനിനകത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പർവ്വതങ്ങളെ കൊണ്ട് അള്ളാഹു ഇവിടെ നിർത്തിയിരിക്കുക, ഭൂമി ഇളകി പോകാതെ. നമ്മള് ഏത് വിഷയം എടുത്താലും അത് കറങ്ങി തിരിഞ്ഞ് ഖുറാനിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ലല്ല, ഖുറാനിലും ഇത് പിന്നെ വേദത്തിലും ഭൂമി പരത്തിയിരിക്കുകയാണ്. ആ ഭൂമിയെ ഇങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണിയായിട്ട് മലകൾ കൊണ്ട് അവിടെ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഖുറാനും എഴുതി വെച്ചിരിക്കുന്നത്. അത് ഋഗ്വേദത്തിലും ഉണ്ട്. മുന്നേ ഉണ്ട്. ഇതിപ്പോ ഈവൻ മെസപ്പൊട്ടാമിയൻ അങ്ങനെ ഗ്രീക്ക് മിത്തോളജിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിലും ഉണ്ട് ഈ സാധനങ്ങളൊക്കെ. അപ്പൊ മനുഷ്യൻ ഒരു കാലത്ത് ഇതുപോലെ 4000-ഓളം വിശ്വാസങ്ങൾ ഉള്ളതില് ഏതെങ്കിലും ഒരു വിശ്വാസം മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തത്തെ പറ്റി പറയുന്ന ഏതെങ്കിലും ഒരു മതം ഉള്ളതായിട്ട് ആരിഫിന് അറിയാവോ? ഇല്ല, കാണില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പൊ പുനർജന്മത്തെ കുറിച്ച് പറയും, അപ്പൊ എല്ലാ ജീവികളെ കുറിച്ചും പറയാറുണ്ട്. ഏതെങ്കിലും പുനർജന്മ സിദ്ധാന്തത്തിൽ ഒരു വ്യക്തി ഒരു ഡൈനോസറായിട്ട് പുനർജനിക്കും എന്ന് എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ല, അതിനെപ്പറ്റി അറിയില്ലായിരുന്നല്ലോ. ഡൈനോസർ എന്നൊരു ജീവിയെ പറ്റി അറിയില്ല. പരിണാമം എന്ന് പറയുന്ന 1869 പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിക്കുന്ന ഒറിജിനൽ. അപ്പൊ അതിന് മുമ്പുള്ള ഒരു മതത്തിൽ ഇതിനെപ്പറ്റി അറിവില്ല. അപ്പൊ അതുകൊണ്ട് ന്യായമായിട്ടും അറിയാൻ മേലാത്ത കാര്യങ്ങളെ പറ്റി അവർ വിശ്വാസമായിട്ട് വിശ്വസിച്ചിരുന്നത് ദൈവത്തിന്റെ ക്രിയേഷനാണ് എല്ലാ ജീവജാലങ്ങളും. അപ്പൊ അതില് ഇതിനകത്ത് ഇപ്പൊ തൂക്കിക്കൊല്ലുന്നതാണോ തല കണ്ടിക്കുന്നതാണോ നല്ലതെന്ന് ചോദിക്കുന്നതിലാണ് ഹിന്ദു മതമാണോ ഇസ്ലാമാണോ നല്ലത്, അല്ലെങ്കിൽ ഇതിൽ ഏത് വിശ്വാസത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വിശ്വാസങ്ങളെല്ലാം ഒരേ അബദ്ധത്തിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് ശരിയാണ് ഇപ്പൊ തോന്നുന്നു. കാരണം ഇതിനകത്തെല്ലാം പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് അതിന്റെ പോസിറ്റീവായിട്ടുള്ള സെൻസിലാണ്. ഏത് വിശ്വാസത്തിലാണെങ്കിലും മഹാത്മാഗാന്ധി പ്രാക്ടീസ് ചെയ്തതും പല വിശ്വാസങ്ങളിലുള്ളവരെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിക്കണമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അതില് ആ വിശ്വാസത്തിന്റെ ആത്യന്തികമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അന്നത്തെ മനുഷ്യന്റെ അറിവ് കൊണ്ട് എഴുതി വെച്ച കാര്യങ്ങള്, അതിൽ അബദ്ധങ്ങള് ഇപ്പം ഈ എല്ലാ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ അബദ്ധങ്ങളുണ്ട്. പിന്നെ ഇതിപ്പം ഈ ഞാൻ വേറൊരു ഉദാഹരണം പറയാം, സമയം ഉണ്ടെങ്കിൽ പറയട്ടെ. ഭഗവത്ഗീതയില് ചാപ്റ്റർ 3 വേഴ്സ് 24 അതില് ഈ ശങ്കര സംഹിത, അതായത് ഭഗവത്ഗീത സംസ്കൃതം ഭാഷയിലാണല്ലോ മഹാഭാരതത്തിനുള്ളിൽ, അത് ശ്രീശങ്കരാചാര്യരുടെ ഭാഷ്യമുണ്ട്, അദ്ദേഹം കൊടുത്തിരിക്കുന്ന പിന്നെ വ്യാഖ്യാനം. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്വാമി ഗംഭീരാനന്ദയാണ്, ശ്രീരാമകൃഷ്ണ മഠത്തിലെ ഒരു പ്രശസ്തനായ സ്വാമിയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചാപ്റ്റർ 3 വേഴ്സ് 24 പറയുന്നത് അതിനകത്തെ ഒരു സ്റ്റാൻസാണ്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്,
ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനല്ല, പക്ഷെ ഞാൻ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ലോകം നശിക്കും. ഞാൻ ഇന്റർമിംഗ്ലിംഗ് ഓഫ് കാസ്റ്റിന് കാരണമാകുന്ന പറയുന്നത്, അതായത് ജാതി ഇടകലരാൻ ഞാൻ കാരണമാകും എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ജാതികൾ ഇടകലർന്നാൽ എന്താണ് പ്രശ്നം? അത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സ്ഥിതി വെച്ച് നമ്മൾ ആ ചോദ്യം ചോദിക്കും. പക്ഷെ അന്ന് ഇത് എഴുതിയ സമയത്ത് ജാതി സങ്കരം ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഈ ഭഗവത്ഗീതയ്ക്ക് ശ്രീശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യത്തില് ഇന്റർമിംഗ്ലിംഗ് ഓഫ് കാസ്റ്റ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വന്നിട്ട് ഞാൻ ഈ പിന്നെ നമ്മുടെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഒരു പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ശങ്കര ഭാഷ്യത്തിലുണ്ടല്ലോ, ഇതിനെപ്പറ്റി താങ്കൾ എന്ത് പറയുന്നത്? ഇപ്പൊ ജാതി, അർജുനന്റെ സംശയം മാത്രമാണ്, കൃഷ്ണ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പൊ ചോദിച്ചു ഇങ്ങനെ ശങ്കര ഭാഷ്യത്തിലുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഗുരുവായിട്ടുള്ള സ്വാമി ചിന്മയാനന്ദന്റെ ഹോളി ഗീത അതില് എടുത്ത് കാണിച്ചു. അതിൽ ഇതുപോലെ തന്നെ ഇതിന്റെ ചാപ്റ്റർ 3 24ാമത്തെ ശ്ലോകം പറയുന്നത് ഇതേപോലെ തന്നെയുള്ള കാര്യമാണ്. The words would perish if I did not perform action. I would be the author of confusion of caste and would destroy these beings. അപ്പം കൺഫ്യൂഷൻ ഓഫ് കാസ്റ്റ് എന്നാക്കി, അതായത് ജാതി വർണ്ണസങ്കരം എന്നുള്ള വാക്ക് അത് കഴിഞ്ഞ് അപ്പൊ അദ്ദേഹം അതിനോട് എഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കമന്റ് നമുക്ക് വന്നിരിക്കുന്നതാണ്, ജാതി എന്ന് പറയുമ്പോൾ ജാതിയല്ല വർണ്ണമാണെന്ന് പറയുന്നു. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് എനിക്കറിയില്ല. അത് പിന്നെ നമ്മുടെ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിനെ പോലുള്ളവർ പറയും അത് വ്യത്യാസമൊന്നുമില്ല, ഇപ്പൊ ഇന്റർപ്രറ്റ് ചെയ്ത് മാറ്റുന്നെന്ന് പറയും. അതുപോലെ ഞാൻ അതിന്റെ തമാശ കാണിച്ചു തരാം. ഡോക്ടർ എം ലീലാവതി ഇപ്പം 90 വയസ്സിന് മുകളിലുണ്ട്, വളരെ പ്രശസ്തയായിട്ടുള്ള അദ്ദേഹം പിന്നെ പറയുന്ന വളരെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള വളരെ പണ്ഡിതയായിട്ടുള്ള ഡോക്ടർ എം ലീലാവതിയുടെ പുസ്തകത്തില് ഈ ഭഗവത്ഗീതയെ പറ്റിയുള്ള വ്യാഖ്യാനമാണ്. അതിൽ ചാപ്റ്റർ 3:24 പറയുന്നത്, ഞാൻ കർമ്മത്തിൽ ഏർപ്പെടുന്നില്ലെന്ന് വന്നാൽ ഈ ലോകവും ഈ ജനസമൂഹവും അപ്രകാരം ക്ഷയിച്ചു പോകും. വ്യവസ്ഥയില്ലായ്മയ്ക്ക് ഞാൻ കർത്താവായി ഭവിക്കും. ഈ ജനസമൂഹം ഒട്ടാകെ നശിക്കാനാണ്. സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാ. സങ്കരസ്യ എന്നുള്ള വാക്കിന് വ്യവസ്ഥയില്ലായ്മ എന്നാക്കി. ഇപ്പം നേരത്തെ ശ്രീശങ്കരാചാര്യർ എഴുതിയപ്പം ഇന്റർമിംഗ്ലിംഗ് ഓഫ് കാസ്റ്റ് എന്ന് ഉപയോഗിച്ചു. പിന്നെ സ്വാമി ചിന്മയാനന്ദ എഴുതിയപ്പോഴും അന്നും ഈ കാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് മടിയില്ലായിരുന്നു. കാരണം അന്ന് എഴുതുന്നതിൽ ആളുകൾ അത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് ആക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് അത് വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചെടുക്കുവാണ്. നമ്മൾ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് അതേപടി എഴുതിയിട്ട് പിന്നെ ഇതിനകത്ത് ഇതുണ്ടോ ഇല്ലയോ എന്ന് പറയുകയാണെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. ഒറിജിനൽ ടെക്സ്റ്റിൽ ഒരു മാറ്റം വരുത്തി ഒറിജിനൽ ടെക്സ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ എഴുതുമ്പം അതിൽ ഇന്ന് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് അടിസ്ഥാന ഗ്രന്ഥത്തിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത്? അപ്പൊ ആ ചോദ്യം അയ്യൂബ് മൗലവി പിന്നെ ഈ ജബ്ബാർ മാഷി വന്ന പോലെ സംസ്കൃതം അറിയാൻ പറ്റില്ല. സംസ്കൃതം അറിയാവുന്ന പണ്ഡിതർ നമ്മുടെ ഇടയിൽ ഭാഗ്യവശാല് ഡോക്ടർ ശ്യാംകുമാരെ പോലുള്ളവരുണ്ട്. പക്ഷെ അപ്പോഴും നമ്മള് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഈ ടി.എസ്. ശ്യാംകുമാറിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഒന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കൽ പോലും അത് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം എനിക്കുണ്ട്. അത് ഞാൻ തുറന്നു പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടൊരു വിഷയത്തിൽ പോലും ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് മുഹമ്മദ് നബി മണി മുത്ത് രത്നമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് മുഹമ്മദ് നബിയെ ആ രീതിയിൽ വർണ്ണിക്കുന്നതിന് പോലും ഒരു കാരണമാക്കി അത് മാറ്റി ആ രീതിയിലൊരു ആർട്ടിക്കിളിലേക്ക് പോകുന്നു. അത് അവിടെ ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച് വരുന്നതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു കോലാഹലം ഓർമ്മയുണ്ടാവും. അപ്പോൾ അവിടെ ഒരു വിഷയം നമ്മൾ ചൂണ്ടിക്കാണിച്ചത്, ഇത്തരം ആളുകൾ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള സംഗതികൾ സെലക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു പ്രവണത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു പാസേജ് തന്നെ എടുക്കുമ്പോൾ ഈ മുഹമ്മദ് നബിയുടെ കാര്യം ചോദിച്ചതിൻ്റെ തൊട്ട് മുകളിൽ രാമനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് അവിടെയും ചോദിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കില്ല, പകരം മുഹമ്മദ് നബിയെ എടുക്കുന്നു എന്ന് വരുന്ന ഒരു സംഗതി കാണുമ്പോൾ നമുക്കവിടെ ഒരു ആക്ഷേപമായിട്ട് അവിടെ ഉന്നയിക്കാനുള്ളത്, ഇത്തരം ആളുകൾ ഇപ്പോൾ ഈ കാസ്റ്റിസത്തിൻ്റെ വിഷയമാണെങ്കിൽ എല്ലാം അവിടെ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ഒരു സെലക്റ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
പക്ഷേ അവിടെ കാണുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുമില്ല. അതാണ് ഇതിലൊരു വിഷയമായിട്ട് നമുക്ക് അവിടെ സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും അത്തരം വിഷയങ്ങളിൽ നേരിട്ട് തന്നെ ഒരു സംവാദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാൻ സാധിച്ചാൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സംസ്കൃതത്തിൻ്റെ വിഷയം വരുമ്പോൾ അതിൽ നമുക്കുള്ളൊരു വിഷയം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ, അതായത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വിഷയം, ഇപ്പോൾ അയ്യൂബ് മൗലവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പറയുകയാണ്. ഇസ്ലാമിൽ അറബി ഭാഷയും അതുപോലെ തന്നെ ആ മൂലഗ്രന്ഥം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ അതിലൂടെ അളന്നു മുറിച്ച് വേണം ചെയ്യണമെന്ന് പറയുന്ന ഒരു രീതി അത് ഹിന്ദു മതത്തിനില്ലല്ലോ, സ്വാഭാവികമായിട്ടില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർത്താലല്ലേ ഇത്തരം വിഷയങ്ങളെ നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഗോവധവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും അതിനെ വിമർശിക്കാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ മോബ് ലിഞ്ചിങ് അതിൻ്റെ പേരിൽ നടക്കുന്നത് അതിനെയും നമുക്ക് ഇവിടെ തള്ളിപ്പറയാൻ ഈ ഹിന്ദു മതത്തിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യകത എന്താണുള്ളത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദുമതം വളരെ ലൂസായിട്ട് ഇങ്ങനെ ഒരു ഇസ്ലാമിൻ്റെ ഒരു ഇരുമ്പ് ചട്ടക്കൂട് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രന്ഥം, ഒരു പ്രവാചകൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു കൾട്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴേ ഹിന്ദുത്വ പൊളിറ്റിക്സ് അതേ രീതിയിൽ ഹിന്ദു മതത്തിനെ ഒരു കൾട്ടാക്കി വളർത്തിക്കൊണ്ട് വന്നിട്ട് ജിങ്കോയിസം, പാട്രിയോട്ടിസം വേഴ്സസ് ജിങ്കോയിസം എന്നും പറഞ്ഞ ഒരു ലെക്ചറുണ്ട് രാമചന്ദ്ര ഗുഹയുടെ. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയത എന്ന് പറഞ്ഞ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അവർ മോഡൽ ചെയ്തിരിക്കുന്നത് പണ്ട് മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ആ ഇസ്ലാമിക് മോഡലാണ്. അതില് ഒരു ഒറ്റ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം, അതിലൊരു ശത്രു, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ആളുകളെ ധിമ്മികള് അല്ലെങ്കിൽ രണ്ടാംകിട ആയിട്ടുള്ള ആളുകള്, അതിലും കിതാബികളല്ലാത്തവരുണ്ട്, അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മിഡിൽ ഈസ്റ്റ് പണ്ടുണ്ടായിരുന്ന ഒരു അന്ന് എത്ര ശക്തമായിട്ട് ഫോളോ ചെയ്തോ അതേ രീതിയിൽ ഒരു ഹിന്ദുത്വ ദേശീയത വളർത്തിക്കൊണ്ടുവരാനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്ന് രാമചന്ദ്ര ഗുഹയെ പോലുള്ള ഒരു കണ്ടംപററി ഹിസ്റ്റോറിയൻ പറഞ്ഞിരുന്നു. അത് നേരത്തെ അത് ഈ ഇലക്ഷന് ഇത്ര ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോഴത് അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നേരത്തെ വളരെ ഭീകരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ എനിക്ക് അനുഭവവേദ്യമായിട്ട്, കാരണം പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഇപ്പൊ എക്കണോമിക് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള തത്വമാണ്. അത് ഇല്ലാത്തവർക്കൊക്കെ കിട്ടുന്ന രീതിയിൽ മെറ്റീരിയൽ റിസോഴ്സസ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു, അത് ആരെ ഉദ്ദേശിച്ചാണ്? കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. അന്ന് എൻ റാം പറഞ്ഞിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്ന് പറയും. കാരണം ഇവിടെ ഭൂരിപക്ഷം ആളുകള്, ഇവിടെ ജനിച്ചു വളരുന്നവര് ഒരു മതത്തെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരല്ല. അപ്പൊ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു ഭരണകൂടം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷനെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുന്നു. വളരെ കൃത്യമായിട്ട് കണ്ടാണ്. പിന്നെ ഒരു മതത്തിന്റെ ആരാധനാലയം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു, ആ മതത്തിന്റെ പേരിലുള്ള ചടങ്ങുകൾ നടത്തുന്നത് സ്വാഭാവികമായിട്ട് ചിത്രീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് കണ്ണടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഒരു പ്രശ്നം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടു, ബംഗ്ലാദേശിൽ ഇപ്പോൾ അതിന്റെ ഇത് കണ്ടു, പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്, ഇറാനില് സ്ത്രീകളോട് എങ്ങനെയാണ് അവിടുത്തെ ഭരണകൂടം പെരുമാറുന്നത്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉയർത്തുന്ന വെല്ലുവിളി അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്നതാണ്. അത് ഒരു കമ്മ്യൂണലിസത്തെ വേറൊരു കമ്മ്യൂണലിസം കൊണ്ടല്ല നേരിടേണ്ടത്. പിന്നെ ഈ ശ്യാംകുമാർ പറഞ്ഞതിനോട് ആരിഫ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ ഇസ്ലാം മതം വിട്ടവർക്ക് ജബ്ബാർ മാഷും ആരിഫും ഒക്കെ എത്ര പ്രിയപ്പെട്ട പ്രഭാഷകരാണ്. അതുപോലെ ഞങ്ങളെപ്പോലുള്ള പലർക്കും ഈ ഹിന്ദുമതത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ശ്യാംകുമാറിന്റെ പ്രഭാഷണങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. അദ്ദേഹം ആ ശ്രീനാരായണ ഗുരുവിന്റെ കോട്ട് എടുത്തത് അത്ര ക്രിട്ടിക്കലായിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നാരായണ ഗുരു ഉദ്ദേശിച്ചത് എല്ലാ മതത്തിലും പെട്ടവർ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ഓരോ മതത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ എടുത്ത് പറഞ്ഞിട്ട് ഈ അവസാനം പ്രവാചകനെ പറ്റി പറയാം. അതാണ് ശ്യാംകുമാർ എഴുതി ആ ലൈൻ മാത്രമേ വന്നുള്ളൂ എന്നുള്ളതാണ് ക്രിറ്റിസിസ് ആയിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിനെതിരായിട്ട് സജീവൻ അന്തിക്കാട് ഒരു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു,
വീഡിയോയും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യട്ടെ. അപ്പം എതിരഭിപ്രായങ്ങൾ പറയാമല്ലോ, ആരിഫിന് അല്ല പറയാമല്ലോ. അതെ, അവിടെ ഉണ്ട് ഒരു ഹിപ്പോക്രസി വരുന്നു. അതാണ് ഞാൻ പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വേണമെന്നും ആവശ്യപ്പെടുമ്പോൾ അത് എല്ലാവർക്കും വകവെച്ച് കൊടുക്കാൻ പറ്റണം. അത് കാണുന്നില്ല. ഇല്ല, ഞാൻ അതിനകത്ത് എന്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴും നിൽക്കുന്ന ആളാണ്. ഭരണഘടനയിലുള്ള 8 റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. അത് ഡിഫമേഷൻ പാടില്ല, പിന്നെ സോവറിറ്റി, ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. അതല്ലാതെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മതങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നില്ല. ആളുകൾ പറയുന്നു എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യണമെന്ന് ഭരണഘടന അങ്ങനെ പറയുന്നില്ല. ഭരണഘടന എല്ലാ മതങ്ങളെ വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. മതവിശ്വാസികളെ അതിന്റെ പേര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാന് ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ആ കാരണം കൊണ്ട് എന്നെ വിവേചനപൂർവ്വമായിട്ട് ട്രീറ്റ് ചെയ്യരുത്. വ്യക്തികളോട് നമുക്ക് വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് ഭരണഘടന കൃത്യമായിട്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസം, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യണം എന്നതിന്റെ അർത്ഥമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാകാം. ആസ് എ പേഴ്സൺ, ആസ് എ ബിലീവർ ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ ബിലീഫിൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ റാഷണലിസം എന്ന് പറയുന്ന ചോദ്യമില്ലല്ലോ. മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിശ്വാസങ്ങൾ, പിന്നെ പല മതങ്ങളും വേറൊരു മതത്തിലെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വെക്കാം എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം വിശ്വാസി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പൂർണ്ണമായിട്ടുള്ള ഇതുള്ളപ്പോൾ തന്നെ, ബഹുമാനം ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങളെ ഞാൻ മാനിക്കണം നിർബന്ധമില്ല. ഇനി പിന്നെ ശ്യാംകുമാർ മാധ്യമം പത്രത്തിൽ രാമായണത്തെ പറ്റി എഴുതിയത് രാമായണ വിമർശനമാണ്, അതുകൊണ്ട് അവിടെ എഴുതരുതായിരുന്നു എന്ന് പറയുന്ന ഒരാളോട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്നില്ല കേട്ടോ, അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും എഴുതാം. ഞാൻ അത് വായിച്ചത് ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. അപ്പം എവിടെ എഴുതിയാലും ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ അത് വന്നു കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റും. അപ്പം എവിടെ എഴുതിയാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് എഴുതാം. അതുപോലെ തന്നെ ആരിഫ് ജനൻ ടിവിയിൽ പോകുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞു, ആരിഫ് അവിടെ പോകുന്നതിന് എന്താ കുഴപ്പം? ആസ് ലോങ് ആസ് ഈ ഭരണഘടന തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് വെറുപ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭാഷണം ഇല്ലാതെ ഒരു കാര്യത്തെ ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഏത് വേദിയാണെങ്കിലും പോകുന്നതിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആരിഫ് പറയുന്ന കാര്യങ്ങളോട് എനിക്ക് പൂർണ്ണമായിട്ടും എല്ലാത്തിനും യോജിപ്പൊന്നുമില്ല, ഞാൻ പറയാറുണ്ട്. അതുപോലെ ശ്യാംകുമാർ പറയുന്ന കാര്യങ്ങൾ ചിലത് നമുക്ക് വിയോജിപ്പുണ്ട് എഴുതാം. അപ്പൊ ഇത് വിയോജിപ്പുള്ളവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും കൂടെ ഉള്ള അവകാശം, അത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ മാധ്യമം ഈ മീഡിയ വണ്ണില് ചാനലിൽ പോകുന്നതിന് എന്റെ അടുത്ത് ചിലർ പറഞ്ഞു നിങ്ങൾ അവിടെ പോകരുത്, പോയി കഴിഞ്ഞിട്ട് ഈ മതവിമർശനം നടത്തുമ്പോൾ അത് ഹിപ്പോക്രസിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോകുന്നത് ഒരു മതത്തെ പുകഴ്ത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസം ഹിന്ദു മതത്തെ മാത്രം ക്രിറ്റിസൈസ് ചെയ്യാനൊന്നുമല്ല. ലീഗലായിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂവിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംസാരിക്കാൻ അവകാശമുണ്ട്. പിന്നെ അതിപ്പോ ഏത് ചാനലാണെങ്കിലും പിന്നെ ഇത് അജണ്ട ഉണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും മീഡിയയോ ഏതെങ്കിലും മാധ്യമമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനുള്ള നിയമ സംവിധാനം ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ. ഒരു പ്രാവശ്യം ഗവൺമെന്റ് അത് ചെയ്തപ്പോൾ സുപ്രീം കോടതി ആ ബാൻ എടുത്ത് കളഞ്ഞപ്പോഴും പറഞ്ഞത് ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ബാൻ ചെയ്തിരിക്കുന്നൊന്നുമില്ല. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ബാന് കളഞ്ഞു. ഈ മീഡിയ വണ്ണിൽ ഇടയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി വിധി വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ വിധിയിൽ പറയുന്നുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്, നിയമലംഘനം നടത്തിയിട്ടില്ല, അതുകൊണ്ട് ബാൻ ക്വാഷ് ചെയ്തു. അത് പിന്നെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വിശ്വാസമുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് കാരണം എഴുതുന്നത്. അതൊന്നും ഒരു കാരണമാകുന്നില്ല, അതൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്നില്ല. ഒരു ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാന വശം, നമ്മളിപ്പോൾ കുറച്ചൊരു ഡീവിയേഷൻ ഇതിനകത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ബാക്ക് ടു നമ്മളുടെ വിഷയം. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഗോവധ നിരോധനം ഇപ്പം നമ്മളിവിടെ പറയുന്ന സമയത്ത് അത് കറങ്ങിത്തിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഹിന്ദുത്വ, അതുപോലെ BJPയുടെ രാഷ്ട്രീയം, അതുപോലെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴി, ഇതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ BJP ഈ ഗോവധവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അതുപോലെ തന്നെ അതിൻ്റെ മുൻപന്തിയിൽ ഇതിൻ്റെ തുടക്കക്കാരായിട്ട് നിലനിന്നിരുന്നത് അത് BJPക്കാരല്ലല്ലോ. അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ അതൊക്കെ എഴുതി വെക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഈ വൈറ്റ് റവല്യൂഷൻ ഒക്കെ വന്ന് ഈ കാലികളുടെ ആ വളർത്തലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ ഒരു പശുവിനെ സംരക്ഷിക്കാതെ തന്നെ അതിനൊരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവന്ന് അവിടെ ഒരു വലിയ മാറ്റത്തിന് വഴിവെച്ചൊരു സംഗതിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ അതിന് ഇപ്പോൾ പ്രസക്തി ഉണ്ടോ? അതും കൂടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ
ഉന്നം വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം എന്നതിനേക്കാൾ ഉപരി ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് മതത്തിലെ ഇപ്പോഴും മറ്റു പോകാത്ത ഒരു അന്ധവിശ്വാസമായിട്ട് കണ്ട് ഇതിനെ തള്ളിക്കളയണം എന്ന് പറയുന്നതല്ലേ കുറച്ചും കൂടി ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ച വരികയും ഈ വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാനും ഉള്ള ഒരു സാധ്യത ഉണ്ടാക്കുക. അതോടൊപ്പം ഇതുപോലെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് വന്നതിൻ്റെ പേരിൽ ഇനി ഇങ്ങനെ പശുവിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇവിടെ അതിനുള്ള പോപ്പുലേഷൻ ഉണ്ട് എന്നും കൂടി വരുമ്പോൾ അത് വീണ്ടും അത് കുറഞ്ഞു വരുന്ന ഒരു കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ഇത്തരം നിയമങ്ങളെ തന്നെ പൊളിച്ചെഴുതാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും സാമൂഹ്യ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി ഒരു ഡിസ്കഷൻ അനിവാര്യമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ആളുകൾക്ക് ഇപ്പൊ ആരിഫ് പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ആരിഫ് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഹിന്ദു വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ ബീഫ് കഴിക്കുന്നവരുണ്ടായിരുന്നു എന്നുള്ള ക്ലാസ്സിൽ. ഇപ്പൊ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും അവരെ സെന്റിമെന്റലായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഇതാണ് ഇത്, ഈ ഗോവധം അല്ലെങ്കിൽ അതിന്റെ നിരോധനമൊക്കെ ആ നിയമങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് അവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പണ്ടത്തെ അതിന്റെ അടിസ്ഥാനം മതമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനം മതമാണ്. അതിന് ലോജിക്കലായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണുള്ളത് എനിക്കറിയില്ല. കാരണം ബാക്കി ആടിനോ വേറെ എരുമയ്ക്കോ ഒക്കെ ഇല്ലാത്ത എന്തെങ്കിലും പ്രത്യേകത പശു എന്ന ഒരു മൃഗത്തിനുണ്ടോ? പക്ഷെ ഋഗ്വേദത്തിനകത്ത് മുതൽ ഉണ്ട്, പശുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ മതത്തിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടെന്നുള്ള ഒരു വസ്തുത ഇതിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. ഈ മതത്തിന്റെ സ്വാധീനം വളരെ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതില് ഈ പ്രത്യേകമായിട്ട് ഒരു മതത്തിന്റെ മാത്രം എല്ലാ മതത്തിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഞാൻ വേറെ ഒരു സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 MP ഞാൻ പേര് പറയുന്നില്ല. അതില് ഒരാള് മുസ്ലിം ലീഗിന്റെ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരാൾ, വേറെ ആള് CPM-ന്റെ MP ആയിരുന്നു, ഇപ്പം അദ്ദേഹം മന്ത്രിയാണ്. അവർ രണ്ടുപേരും പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ ഭരതൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പം ശ്രീരാമൻ ചോദിക്കുകയാണ് ഭരതന്റെ അടുത്ത്, ചാർവാകന്മാരെ നീ സംരക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്തവരും ദൈവനിഷേധികളും ഇപ്പോഴത്തെ റാഷണലിസ്റ്റുകൾ പോലെയൊക്കെ അന്ന് ചോദ്യം ചെയ്തിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നാണ് രാജാവ് ചോദിക്കുന്നത്. അതായത് അത്രയാണ് പ്രതിപക്ഷ ബഹുമാനം ശ്രീരാമനുള്ളത്. നിങ്ങൾ രാമന്റെ പൊളിറ്റിക്സ് പറയുന്ന ആളുകൾ നിങ്ങൾ പ്രതിപക്ഷ ബഹുമാനം കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രഭാഷണം നടത്തി. അത് വലിയ അപ്രീഷിയേഷൻ ഒക്കെ കിട്ടി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സജീവൻ ചേട്ടന്റെ ഒരു വീഡിയോയിൽ ബുദ്ധനെ കള്ളനെന്ന് വിളിച്ചോ രാമൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ, അതില് ഈ ചാർവാകന്മാരെ നീ ഒരിക്കലും അടുപ്പിക്കരുത്, ഇവരെ വളരെ അകറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണെന്ന് പറഞ്ഞ് ശ്രീരാമൻ ഭരതന് ഉപദേശം കൊടുക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർഷൻ കേട്ടിട്ടുള്ളത് കൊണ്ട് വാൽമീകി രാമായണം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, സംസ്കൃതം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കി. അപ്പൊ അതില് സജീവൻ ചേട്ടൻ പറഞ്ഞതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഹരിപ്രസാദ് ശാസ്ത്രി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്. ഇപ്പൊ പറയല്ലോ പാശ്ചാത്യർ അങ്ങനെ എഴുതുന്നതാണ്, സംസ്കൃതം അറിയാൻ മേലാത്തൊരു, ഇന്ത്യ അപമാനിക്കാൻ വേണ്ടി അവര് ഭാഷ അറിയാൻ മേലത്ത്. പക്ഷെ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹരിപ്രസാദ് ശാസ്ത്രിയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചാർവാകരെ ഒരു കാരണവശാലും അടുപ്പിക്കരുതെന്നാണ് രാമൻ ഭരതന് ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ജസ്റ്റ് ഒരു മതത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വായിക്കാതെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ദോസ് ഹു പ്രീച്ച് ദ heretical doctrine of Charvaga school are not only infidels but have deviated from the path of truth. It is the duty of a monarch to deal with such persons as with felons, nor should men of understanding and learning stand in the presence of such a theist. എത്തീസ്റ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് താറടിച്ചുകൊണ്ട് എഴുതിയിരിക്കും. കോൺട്രാഡിക്ട് ചെയ്ത് ഞാൻ ഒരുപാട് പേരോട് ഇത് ചോദിച്ചു, ഈ രാമായണത്തെ പറ്റി അറിയാവുന്നവര്. അത് അവസാനം ഒരാൾ പറഞ്ഞത് വള്ളത്തോള് രാമായണം എഴുതിയിട്ടുണ്ടെന്ന്, ചാർവാകന്മാരെ നീ സംരക്ഷിക്കുന്നില്ലേ. ഇപ്പൊ വള്ളത്തോളിന്റെ അതിപ്പം നമ്മളെ MT വാസുദേവൻ നായരുടെ 2-ാം ഊഴത്തില് ഭീമൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒറിജിനൽ ടെക്സ്റ്റിലുള്ളത് എന്താണ്, ഒറിജിനൽ ടെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിനകത്ത് ഒരുപാട് ഇന്റർപൊളേഷൻ കാണും. പക്ഷെ സംസ്കൃതം മഹാഭാരതം വെർഷനകത്തുള്ളതും പിന്നെ MT വാസുദേവൻ നായർ അതിനൊരു കഥയാക്കി 2-ാം ഊഴം എന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഉള്ളതും തമ്മിലുള്ള അജഗജാന്തരം ഉണ്ടല്ലോ. ആ വ്യത്യാസം ഈ രാമായണത്തില് ഒറിജിനൽ ടെക്സ്റ്റ് വാൽമീകി രാമായണം സംസ്കൃതത്തിന്റെ ഇംഗ്ലീഷ് വെർഷനെ ഞാൻ വായിച്ചത്. അതേപോലെ തന്നെ
അതിന്റെ വള്ളത്തോൾ എഴുതിയ ഒരു പരിഭാഷയിൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം ആലപ്പുഴയിലെ BJP MP ആയിട്ടൊക്കെ മത്സരിച്ച ആള്, ജനൻ TV വന്നിരുന്ന ഇത് തന്നെയാണ് പറയുന്നത്, ചറവകന്മാരെ നീ രക്ഷിക്കുന്നില്ലേ എന്ന് ശ്രീരാമൻ ചോദിച്ചു. ഇപ്പൊ ഞാനിത് നോക്കിയിട്ട് എനിക്കിത് കിട്ടിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വള്ളത്തോളിന്റെ രാമായണത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറൊരിടത്തും ഇല്ല. ഇത് ഇങ്ങനെ വെളുപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇല്ല, മറത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. കാരണം നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുന്നില്ല. ഒറിജിനൽ ടെക്സ്റ്റ് ഇതാണെന്ന് പറയുന്നവര് കുറഞ്ഞ വർഷം അതിലുള്ള അതേപടി പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത് പറ്റുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോ ഒറിജിനൽ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാനൊരു കാര്യം ആഡ് ചെയ്യാം. അതായത് ഇവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒറിജിനൽ ടെക്സ്റ്റ് എടുപ്പിക്കുന്ന ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥ, ഇതിവിടെ ഉണ്ടായത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഈ മതവിമർശനം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, എന്ന് പറയുന്ന ഒരു മൂവി അത് ഇന്നായിരുന്നു എന്നുണ്ടെങ്കിൽ അതിവിടെ ഇറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ ഇതിവിടെ ഇറങ്ങിയതെന്നാണ് 70കളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹം ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളെയോ അതുപോലെയുള്ള വിശ്വാസ കാര്യങ്ങളെയോ ഒക്കെ വിമർശിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ഹിന്ദു മത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതൊന്നുമല്ല, പക്ഷേ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അത് ഇന്ത്യയിലായതുകൊണ്ട് ഇസ്ലാമിൽ നിന്നും വന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എക്സ് മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് കിട്ടാതെ പോയത്, എന്താണ് ഇവിടെയുള്ള ബാക്കിയുള്ള നമ്മളുടെ ഹിന്ദുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കിട്ടുന്നത് എന്ന ഒരു ക്ലോസ് വാച്ചിങ്ങും അതുപോലെ തന്നെ ഒരു അസസ്മെൻറ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ തരത്തിലുള്ള ഒരു മതവിമർശനം പോട്ടെ, ആ മതത്തെ കാര്യമാക്കാതെ ജീവിക്കാൻ പോലും പറ്റുന്നൊരവസ്ഥ അത് മുസ്ലിമിന് ഇന്നും ഇല്ല. അതേസമയം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും എൻ്റെ ക്ലാസ്സിൽ വളരെ തീവ്രമായിട്ട് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം റോഡിൽ എവിടെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ അത് ദ്രവിച്ച് പോയിട്ടുണ്ടാവും, അതിനകത്തൊരു അക്ഷരം അതിനകത്ത് കിടക്കും, അത് സരസ്വതി ദേവിയാണെന്നും പറഞ്ഞിട്ട് അത് പോയി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ആ കൂട്ടുകാരനൊക്കെ ഇപ്പോൾ എവിടെയാണോ ആളെനിക്കറിയാം, ഡയലോഗ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾ മുതൽ ഇതൊക്കെ എന്ന് ചോദിച്ചിട്ട് ഇതിനൊന്നും ഒട്ടും തന്നെ കാര്യമാക്കാതെ ഈ ശബരിമലയിൽ പോകാൻ വേണ്ടി മാല ഇട്ടാൽ പോലും തുടക്ക ദിവസങ്ങളിലൊക്കെ വലിയ വിശ്വാസിയൊക്കെ ആയിട്ട് നടക്കും, ഞാൻ ഇറച്ചി കഴിക്കില്ല, മീൻ കഴിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അങ്ങനെ അവസാനം കുറേ ദിവസമൊക്കെ കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന കൂട്ടുകാരന്മാർ വരെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന വിശ്വാസമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു വിശ്വാസ തീക്ഷ്ണത എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വരികയാണ്. അപ്പോൾ ചില മതവിഭാഗങ്ങൾ ഈ തീക്ഷ്ണത കാണിക്കുന്നു, അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് അതിനെ പ്രതിഷ്ഠിക്കപ്പെടുന്നു, ഇതുപോലെ വലിയ തോതിൽ അതിനെ ഇങ്ങനെ ആശ്ലേഷിക്കപ്പെടുന്നു. ഇതാണ് ഒരു വശത്ത് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ വിമർശിക്കാൻ പാടില്ല എന്നും കൂടി വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഹമാര ഭാര എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ, അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്ത് ആ ട്രെയിലറിൽ മാത്രം 3-4 ഹദീസും 2-3 ഖുർആൻ ആയത്തും പച്ചയ്ക്ക് ഓതുന്നു, അത് ഡയലോഗായിട്ട് പറയുന്നു. ഇതാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത്. ഒരെണ്ണം പോലും ഫേബ്രിക്കേറ്റഡ് അല്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ആ സിനിമ ഇവിടെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് 70കളിൽ നിർമ്മാല്യം ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 2024 ലോകത്ത് ഇവിടെ അത്തരത്തിലുള്ളൊരു വിമർശനാത്മകമായ സിനിമ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിമുറിച്ചിട്ട് ഇറക്കിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല, ഇറക്കിയ സിനിമയുടെ സംവിധായകനെ ബോംബിട്ട് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു വശത്ത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ സ്ക്രിപ്ചറുകൾ എടുത്ത് അതിൻ്റെ ഔദ്യോഗിക ഭാഷകൾ പഠിക്കാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് ഹിന്ദുമതത്തിനെ ആദ്യത്തെ കുറ്റവാളിയാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അതൊരു വശം. ഇനി രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് ഇതുപോലെ വെളുപ്പിക്കുന്നത് എന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാലോ. തൃശ്ശൂർ മണ്ഡലം നമ്മളെടുക്കുക. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ 2 പ്രമുഖ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ, ഒന്ന് നമ്മളുടെ സുരേഷ് ഗോപി, 2 നമ്മളുടെ പ്രതാപൻ MLA. പുള്ളി MLA എന്നാണ്, പ്രതാപൻ MP. അപ്പോൾ ഈ പ്രതാപൻ MP മുജാഹിദിൻ്റെ വേദിയിൽ നിന്ന് സംസാരിക്കണം നിങ്ങൾ കേട്ടു. അതുപോലെ മറ്റു പല ആളുകളും പറയുന്നത് കേട്ടോ. ഇവരൊക്കെ എന്താ പറഞ്ഞു വെക്കുന്നത്, അതായത് ഇപ്പോൾ അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് തൻ്റെ സ്വന്തം കുട്ടിയെ ഉമ്മ വെക്കാൻ പാടില്ല, താലോലിക്കാൻ പാടില്ല, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ച് എത്ര മഹത്തായ ആശയമാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ പറഞ്ഞു വെക്കും. സത്യത്തിൽ അതൊരു കള്ള ഹദീസാണ്. മുഹമ്മദ് നബി അങ്ങനെ സ്വപ്നത്തിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മതത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു വെക്കുന്നു. ഇത് പറഞ്ഞു വെക്കുന്ന ഈ കള്ള ഹദീസ് പറഞ്ഞു വെക്കുന്ന സംഗതി ഇത് കള്ളത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളോടാ മിണ്ടാണ്ടിരിക്കാൻ പറയുന്നത്.
അങ്ങനെയൊന്നും പറയണ്ട, അതിപ്പോൾ എന്തായാലും എന്താ നല്ലൊരു കാര്യമല്ലേ, അത് പറഞ്ഞോട്ടെ എന്ന് പറയുന്ന അതേ ആളുകൾ ഇവിടെ സുരേഷ് ഗോപി വന്ന് നിന്നിട്ട് തമസോമ ജ്യോതിർഗമയാന്നോ അതല്ലെങ്കിൽ വല്ല ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ വായിക്ക് അതിൻ്റെ താഴത്തെ വായിക്ക് ഇപ്പം അത് പറയാൻ പറ്റില്ല, ഉള്ളിൽ ബ്രാഹ്മണ ചിന്തയാണ്, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണം എന്നുള്ള സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചകഞ്ഞ് ആളെ കൊണ്ട് അത് പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മൾ പറയുന്നത് ഉള്ള ഒരു സാധനത്തിൽ നിന്നും ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ അത് മറന്നിട്ടോ അതിൽ നല്ലൊരു സാധനം കണ്ടപ്പോൾ എടുത്തു, അത് പറഞ്ഞവനെ കൊണ്ട് അത് മിണ്ടാതിരുത്തുന്ന സമയത്ത് ഇവിടെ പറഞ്ഞു വെക്കാത്ത സാധനം, എവിടെയും എഴുതി വെക്കാത്ത സാധനം അത് ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് വെള്ള പൂശാനുള്ള ശ്രമത്തെ കൂട്ടു നിൽക്കുന്നു. ഇത് രണ്ടും കാണുമ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഇവിടെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ള, ഇവിടെ മണ്ഡലത്തിൽ ഉറപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു രീതിയാണ്. ഇത് പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിൽ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മൂന്നാമതായിട്ട് ഇതിൽ പറയാനുള്ളത് ഈ പ്രവണത, ഇങ്ങനെ ഒരു രീതിയിൽ ഇത് ചെയ്തു വെക്കുമ്പോൾ ഈ ഭാഷയുടെ പിന്നാലെ പോകുന്ന കാര്യം ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലാസ്ഫമി നിയമങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ സത്യത്തിൽ ഇവിടെ ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇവിടെ പറഞ്ഞു മതത്തെ റെസ്പെക്റ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്ന് പറയും. പക്ഷേ അപ്പോഴും നമ്മളിവിടെ കാണുന്നത് ബ്ലാസ്ഫമി നിയമങ്ങൾ ചാർജ് ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ ആളുകളെ ഇവിടെ ഓടിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഇതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഈ ഹിപ്പോക്രസി, ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ മാറ്റിവെച്ച് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട വിഷയത്തിലേക്ക് പോകാൻ ഇതെല്ലാം തടസ്സം തീർക്കുന്ന ഒരു അവസ്ഥയുള്ളത് അത് മാറ്റിവെച്ചിട്ട് കൃത്യമായിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും ചോദ്യമായിട്ട് അവിടെ വരുന്നത്. ഞാൻ നേരത്തെയും ചോദിച്ചത് അത് തന്നെയാണ്. ഈ വിശ്വാസത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇതിൽ അന്ധവിശ്വാസമായിട്ട് ബാഡ് ചെയ്യേണ്ടതാണ്, അങ്ങനെ തന്നെ ബാഡ് ചെയ്യല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇതുവരെയുള്ള ഒരു ഭരണകൂടവും, അത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ BJP എന്ന് മാത്രം അർത്ഥമില്ല. നേരത്തെ ആരിഫ് ചോദിച്ചാൽ അതും കൂടെ കണക്ട് ചെയ്യാൻ ഞാൻ, അത് ഭൂരിപക്ഷ ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ബാക്കിങ് കിട്ടുന്നിടത്ത് അത് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുന്ന പല രാഷ്ട്രീയ ധാരകളുണ്ട്. ഇതില് ഇപ്പം ഈ കമ്പാരിസൺ പറയുവാണെങ്കിൽ എനിക്ക് ഇസ്ലാമിന്റെ ഇൻഡെപ്ത് ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഞാൻ പറയാം അതിലേക്ക്. അതിനു മുമ്പ് ഹിന്ദുമതത്തിലെ കാര്യങ്ങൾ ആരിഫ് കുറച്ച് കാര്യങ്ങൾ ഗുണമായിട്ട് പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്യാംകുമാറിനെ പോലെ ഇത് നേരിട്ട് അനുഭവിച്ച ഒരാളുടെ അടുത്ത് ചോദിക്കുക. അദ്ദേഹം പറയുന്ന ഒരു പ്രഭാഷണത്തിൽ പറയുന്നത്, ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ ജനിക്കുന്നു. രാവിലെ കണ്ണു തുറന്ന് എഴുന്നേക്കുമ്പോൾ കേൾക്കുന്ന പാട്ടിതാ, അത് അമ്പലത്തിൽ നിന്ന് വരുന്ന മൈക്ക് വെച്ച് പാടുകയാണ്. ചണ്ഡകർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നീ ചണ്ടാളനായിട്ട്, അതായത് ദളിതനായിട്ട് ജനിക്കുന്ന ഒരാള്, നീ തന്നെയാണ് നിന്റെ കർമ്മഫലമാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫിലോസഫിയാണ്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒപ്രസ് ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങള്. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം വർണ്ണാശ്രമ ധർമ്മമാണെന്ന് ഡോക്ടർ മോഹൻ ഗോപാലിനെ പോലുള്ളവരുടെ പുസ്തകങ്ങളിലുണ്ട്. സണ്ണി കാപ്പിക്കാടിനെ പോലുള്ളവർ പറയുന്ന ഹിന്ദുമതത്തിലുള്ള ആ വിവേചനം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻ, അത് അനുഭവിച്ച ഒരാളുടെ അടുത്ത് ചോദിക്കുക. ഞാൻ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ട് ജനിച്ചതുകൊണ്ട് എനിക്ക് അതിന്റെ കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ജനനം മുതല് ജീവിത സാഹചര്യങ്ങളും സമൂഹത്തിലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരാള്, നമ്മുടെ മതം നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഏത് മതത്തിൽ ജനിച്ചോ അതിന്റെ ബേസിക് ടെക്സ്റ്റുകളിൽ പറയുന്നത് നിങ്ങളുടെ പഴയ ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണ് നീ ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു അധസ്ഥിതനായിട്ട് അല്ലെങ്കിൽ ഇന്ന കുലത്തിൽ ജനിച്ചത് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് ഹിന്ദുത്വം. അപ്പൊ അതിനകത്ത് കമ്പാരിറ്റീവ് മെറിറ്റ് ഉണ്ടോ എന്നൊന്നും പറയാൻ ഒക്കുകയില്ല. കാരണം ഇസ്ലാമിനകത്ത് വെളി നിന്നുകൊണ്ട് പറയുന്നവർ ഇസ്ലാമിനകത്തൊരു സാഹോദര്യം ഉണ്ട് എന്ന് പറയും. അതിനകത്ത് എത്ര ഉണ്ടെന്നുള്ള അതിനകത്ത് നിൽക്കുന്നവർക്കറിയാം. സ്ത്രീകളോട് എന്ത് സാഹോദര്യമാണ് കാണിക്കുന്നത്. അത് ഒരു മതത്തിലും ഇല്ലല്ലോ. ഒരു തുല്യരായിട്ട് എല്ലാ മനുഷ്യരെയും കണക്കാക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ തുല്യരായിട്ട് കണക്കാക്കുന്ന ഒരു മതം ഇല്ലല്ലോ. അത് അല്ലെങ്കിൽ ആധുനികമായിട്ട് നമുക്ക് ഈ ഇപ്പോൾ ശ്യാംകുമാർ ആയാലും കപ്പിക്കാട് പറയുന്നതായാലും അതിനോടൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പാർഷ്യലി അഗ്രി ചെയ്തു അല്ലെങ്കിൽ ഫുള്ളി അഗ്രി ചെയ്താലും അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ? കോർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ജാതി വിവേചനം എന്ന് പറയുമ്പോൾ ഈ ചണ്ടാളനും അല്ലെങ്കിൽ ബ്രാഹ്മണനും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ ഈ താഴ്ന്ന ജാതികൾ എന്ന് വിളിക്കപ്പെടുന്ന ജാതികളിൽ തന്നെ അവരെന്താണ് കൊണ്ടു നടക്കുന്ന ഉച്ചനീചത്വം അത് നമ്മൾ അറിയണ്ടേ. അതിൽ തന്നെ പെട്ടിട്ടുള്ള ജാതികൾ അവരിപ്പോൾ ഒരു വിവാഹ പരസ്യം കൊടുക്കുമ്പോൾ അവരെന്താ എഴുതുന്നത്? ഈഴവ യുവാവ്, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ധീവര യുവാവ്, അല്ലെങ്കിൽ വിശ്വകർമ്മ, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ഏതാ താഴ്ന്ന ഏതാ ഉയർന്നത് എനിക്ക് അത്ര ക്ലിയറായിട്ട് ഓർക്കുന്നില്ല, എന്നാലും പേരുകൾ പലതുണ്ട്. ലാസ്റ്റ് എന്താ ചേർക്കുക? SC ST ഒഴികെ. ഇതല്ലേ അവരവിടെ എഴുതി വെക്കുന്നത്. അപ്പം നമ്മൾ ഈ
ഉച്ചനീചത്വം എന്ന് പറയുന്ന സംഗതിയെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരും എതിർത്ത് കാണിക്കണ്ടേ? ഇത് ബ്രാഹ്മണൻ ചെയ്യുമ്പോൾ മാത്രം അത് എതിർക്കപ്പെടേണ്ടതും അവർ ചെയ്യുമ്പോൾ അത് അടിപൊളി സാധനമാവുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്ക് അവരോടുള്ള വിയോജിപ്പ്. ഇനി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ നിയമത്തോട് അവരുടെ പ്രതികരണം എന്തായിരുന്നു? ആ ഒരു ഉത്തരവിനോട് അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് പല ആളുകളും ആ ഒരു ഗ്യാങ്ങിലുള്ള ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു സംവരണം അങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നാൽ അത് ജാതീയത കൂട്ടും, ജാതിബോധം കൂട്ടുമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെയല്ലേ നമ്മളും പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ജാതി സംവരണം, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന് പറയുന്നത് ജാതി ബോധം കൂട്ടും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാത്ത ആളുകൾ ഉപജാതി സംവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല, അത് ജാതി ബോധം കൂട്ടുമെന്ന് അവർ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതൊരു ഹിപ്പോക്രസി തന്നെയല്ലേ പച്ചയായത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ബ്രാഹ്മണൻ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികളൊന്നും നമ്മൾ റദ്ദാക്കുന്നില്ല, ഒക്കെ അവിടെ ഉണ്ട്, ശരി, മുഴുവൻ നമ്മൾ സമ്മതിച്ചാൽ പോലും ഇവർ തന്നെ നടത്തുന്ന ഉച്ചനീചത്വം അത് ആര്, എവിടെ, എപ്പോൾ, ഇവരെങ്ങനെ അഡ്രസ്സ് ചെയ്യും? അതിനെന്ത് പോംവഴിയാണുള്ളത്? അതും കൂടി അവർ പറയണ്ടേ? അത് കാണുന്നില്ല. ഞാൻ ആരിഫ് പറഞ്ഞ ഒരു കാര്യത്തിൽ അതായത് തിയററ്റിക്കൽ ബേസ് ആണ് ഞാൻ പറഞ്ഞത്. തിയററ്റിക്കൽ ബേസ് ആണ്, അതായത് അത് റിലീജിയൻ അകത്തുണ്ട്. ആ തിയററ്റിക്കൽ ബേസ് ഡിസ്ക്രിമിനേഷന്റെ അത് ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്നതും തെറ്റാണ്. ഇപ്പൊ ഡോക്ടർ മോഹൻ ഗോപാൽ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ സവർണർ അവർണർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. കാരണം ഈ വെള്ളക്കാര് കറുത്തവരെന്നുള്ളത് ഉയർന്ന കളറ് താഴ്ന്ന കളർ എന്ന് പറയുമല്ലോ. എന്ന് പറയുന്ന പോലെ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്നത് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ്. അതിന് സവർണര് അവർണരെന്ന് ഉപയോഗിക്കുക. അവർണരുടെ ഇടയിൽ സവർണ അവർണ ബോധമുള്ളവരുണ്ട്. അത് തട്ടുതട്ടായിട്ട് ക്രമീകരിച്ചിട്ട് നിങ്ങളെക്കാൾ താഴ്ന്ന തട്ടിലുള്ളവര്, ഈ ഒരു ഫിലോസഫിയാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും അവർണരായിട്ട് ജനിച്ചവരെല്ലാം ശരിയായ പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ട്, സവർണർക്ക് മാത്രമാണ് ആ സവർണ ബോധമുള്ളതെന്നല്ല. ഈ ബോധം എല്ലാ മനുഷ്യരിലും ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പറ്റി അതിനൊരു റിലിജന്റെ ബേസ് കൊടുത്ത് അത് വിശ്വാസത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കാൻ പറ്റിയെന്നുള്ളിടത്താണ് ഹിന്ദുത്വം എത്രമാത്രം ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് ഉള്ള വിമർശനം വരുന്നത്. അപ്പോൾ ഈ അവർണരുടെ ഇടയിലുള്ള ഈ ഉച്ചനീചത്വത്തിന്റെ പിന്നിലും ഇതേ ഹിന്ദുത്വ ബോധം തന്നെയാണോ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് മതത്തിന്റെ ബേസിസിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന വിശ്വാസം ജനങ്ങൾ ഇതെല്ലാം ഏറ്റുപാടുകയാണ്. ഇപ്പം രാമായണത്തിലും പറയുന്ന കാര്യങ്ങൾ ഇതാണെന്നാണ് ശ്യാംകുമാറിന്റെ പ്രഭാഷണങ്ങളിൽ പറയുന്നത്. ഈ അധ്യാത്മ രാമായണത്തിലൊക്കെ ഉണ്ട്, അതുപോലെ ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു വിശ്വാസം ഇത് അടിച്ചമർത്തപ്പെട്ടവർ പോലും ആ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഈ സ്ഥിതിക്ക് കാരണം നമ്മൾ തന്നെയാണ്. ഇതിനേക്കാളും താഴെയുള്ളത് അതിന്റെ കാരണം അവരുടെ കർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി പിന്നെ ഇസ്ലാമിന്റെ മഹത്വത്തെ പറ്റി ഞാനൊന്നും പറയത്തില്ല, പക്ഷേ ഇതിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇത് ഒരിക്കല് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഇസ്ലാമിക പ്രഭാഷണമൊക്കെ കേൾക്കും. 6 മണിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രഭാഷണമൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രവാചകനെ പറ്റി എഴുതാൻ നല്ലൊരു അവസരം, അമുസ്ലിങ്ങളായ സഹോദരങ്ങളെ പ്രത്യേകം ക്ഷണിക്കുമല്ലോ എന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ വന്നു. ഇതുവരെ കുറെ പുസ്തകങ്ങൾ അയച്ചു തരാം, അതൊക്കെ വായിച്ചിട്ട് എഴുതണം, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ച് വായിക്കാൻ ഒരു അവസരമായി, ഒരു ചരിത്ര പുരുഷനെ പറ്റി പഠിക്കാൻ ഒരു അവസരമായി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചത്, കാരശ്ശേരി മാഷ് ഇത് പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ. തിരുവരുൾ, തിരുമൊഴികൾ എന്ന് പറയുന്ന 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ പിന്നെ സൽമാൻ റുഷ്ദി ഉള്ളത് ഇംഗ്ലണ്ടിലല്ല കോഴിക്കോടാണെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, കാരശ്ശേരി മാഷിനെ പറ്റി അങ്ങനെ പറയാമെങ്കിൽ ഞാൻ എഴുതുമ്പോൾ ഇതുപോലെ ഭക്തി ഒന്നും വരണമെന്നില്ല, ഞാൻ എഴുതുന്ന ഒരു ചരിത്ര പുരുഷനെ പറ്റി എഴുതുമായിരിക്കും. അപ്പൊ അതിലെന്തെങ്കിലും വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം, അത് കാരശ്ശേരി, ജബ്ബാർ, ആരിഫ് ഹുസൈൻ, ലിയാഖത്തൊക്കെ മുസ്ലിം നാമധാരികളാണെങ്കിലും മുസ്ലിങ്ങളല്ല, ടൈഗർ ഇല്ലല്ലോ. അപ്പൊ ഇത് പറഞ്ഞതുപോലെ അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് എഴുതുവാണെങ്കിൽ ഭക്തിയുടെ രീതിയിൽ എഴുതിയാൽ മതി, ക്രിറ്റിസിസം വേണ്ട. അപ്പൊ വിമർശനം വേണ്ട എന്നുള്ളിടത്ത് വായടപ്പിക്കുന്നതാണ് ആ മതത്തിന്റെ അന്തസ്സത്ത. അത് അവിടെയാണ് നമ്മുടെ മാധ്യമത്തിൽ ശ്യാംകുമാർ പോയി എഴുതുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇതേ മാധ്യമം അവർ ഇസ്ലാമിക വിമർശനം അവർ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ജബ്ബാർ മാഷ് അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പവനനാണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ വേറെ ആരോ ഒരാൾ ഇതുപോലെ. അതെ, ഇങ്ങനെ യെസ്. അപ്പോൾ ഒരു തവണ ആർട്ടിക്കിൾ ഇതേപോലെ ഇസ്ലാമിനെ വിമർശിച്ച് ഏതോ വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് എഴുതിയപ്പോൾ അത് പബ്ലിഷ് ചെയ്തില്ല. അപ്പോൾ എന്തേ പബ്ലിഷ് ചെയ്യാത്തതെന്നോ അങ്ങനെ എന്തോ ചോദിച്ചപ്പോൾ അത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതോടുകൂടി ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രശ്നം
ഒരു വശത്ത് ഈ ഇസ്ലാമിനെ തഴുകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയിൽ പോയിട്ട് അവിടെ പോയിട്ട് രാമായണ വിമർശനം എന്ന പേരിൽ പറഞ്ഞതിൽ അതിൽ അവാസ്തവമായ കാര്യം വരെ പറഞ്ഞു വെച്ചു എന്നത് തന്നെയാണ് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു വിമർശനം എന്ന് പറയുന്നത്. അതല്ലാതെ ശ്യാംകുമാർ അവിടെ പോകരുതെന്നോ ഒന്നുമല്ല നമ്മൾ എഴുതിയത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദുമത വിമർശനം നടത്തരുത് എന്നുമല്ല. ഇനി അതിനെ വിമർശിച്ചുകൊണ്ട് ശശികല ടീച്ചർ, കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി എന്നൊക്കെ ഇവിടെ ആളുകൾ വിളിക്കുന്ന ഒരു ആളാണ് ശശികല ടീച്ചർ. ഇതിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ പോസ്റ്റിൻ്റെ ആദ്യ വാചകം എന്താണ്? രാമായണം വിമർശനാതീതമല്ല എന്നാണ്. ഞാൻ അപ്പോഴും വെല്ലുവിളിച്ചൊരു കാര്യമാണ്, ഇവിടെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ട് ഖുർആൻ വിമർശനാതീതമല്ല എന്ന് ഒന്ന് എഴുതിച്ച് കിട്ടിയാൽ നമുക്കൊക്കെ പണി എളുപ്പമായില്ലേ? അങ്ങനെ അവർ എഴുതില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സംരക്ഷകരായിട്ട് നടക്കുന്ന ആളുകൾ പോലും പറയുന്നത് എന്താണ്? രാമായണം വിമർശനാതീതമല്ല എന്നാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? ഒരു കൈ കൊണ്ട് ഇതിനെ വിമർശിക്കുകയും മറ്റേ കൈ കൊണ്ട് ഇതിനെ തഴുകുകയും താങ്ങുകയും ചെയ്യുന്ന ഒരു പരിപാടി. അവിടെയാണ് ഇതിൻ്റെ കുഴപ്പമായിട്ട് കാണുന്നത്. ഇത് തന്നെയാണ് ഒരു പരിധി വരയ്ക്കും ഗൗരി ലങ്കേഷും അതുപോലുള്ള പല ആളുകളുടെയും മുകളിലേക്ക് ഒരു ഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ആരോപണം പോലും. കാരണം അവർ ഹിന്ദുമതത്തെ വിമർശിക്കുന്നതോടൊപ്പം അവർ പലപ്പോഴും ചേർന്ന് നിന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങളോടും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോടും അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രവണതയൊക്കെയാണ് വെളിച്ചത്ത് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരെ പറയുന്നു. അപ്പോൾ ഇത് ഈ ഇരട്ടത്താപ്പ് ഒരു പ്രശ്നമാണ്. ഇവിടെ ഈ ഭൂരിപക്ഷ വർഗീയത വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ന്യൂനപക്ഷ വർഗീയത, അതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കുന്നതിൽ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇതൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആവുന്നതും ഇത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനെ എതിർക്കാൻ എന്നുള്ളൊരു തലത്തിലേക്ക് ഇത് മാറുകയും ഇത് വലിയ തോതിലൊരു റാഡിക്കലൈസേഷൻ അത് കാരണമാവുകയും ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഉയർത്തുന്ന വിഷയം അത് ഇവിടെ തുറന്നു പറയാൻ എല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ സംഖ്യയ്ക്ക് മാത്രം ഇത് പറയേണ്ട ഒരു ഗതികേടില്ലല്ലോ. ഇത് അവർ മാത്രം പറയുന്ന ഒരു അവസ്ഥ വരുന്നതുകൊണ്ടല്ലേ ഇത് അവർ മാത്രം പറയുന്ന ഒരു വിഷയമായി മാറുന്നത്? എന്നാൽ ഇത് എല്ലാവരും പറയേണ്ട വിഷയമല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത് ഹിന്ദുത്വ വർഗീയതയുടെ ഒരു ഫലമാണല്ലോ. നമ്മുടെ കേരളത്തിലെ ചെങ്ങന്നൂർ മൗലിയെ തട്ടിക്കൊണ്ടു കൊലപ്പെടുത്തിയതും ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഇതാണ്. അപ്പൊ അതില് ഈ കമ്പാരിറ്റീവായിട്ട് നല്ലതെന്ന് പറയാനൊന്നുമില്ല. ഏത് മതത്തിന്റെയും ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിന് ദോഷമാണ്. അതിനെതിരെ നിങ്ങളെപ്പോലുള്ളവര്, നമുക്കൊക്കെ പറ്റുന്ന പോലെ ഞങ്ങൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. പിന്നെ പൗരബോധമുള്ള ജനങ്ങള് ഒരു മതങ്ങളും വിമർശനാതീതമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ രീതിയിൽ നോക്കിക്കണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളിലെ ആധുനിക സമൂഹത്തിന് പറ്റിയ മൂല്യങ്ങൾ മാത്രം എടുത്ത് ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതായാലും 1 മണിക്കൂറോളം നീണ്ടുപോയി. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയം, ഈ നിയമങ്ങൾ, ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ, ഈ ഗോവധ നിരോധനം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാലഹരണപ്പെട്ടിട്ടുള്ള ആശയങ്ങളും അതല്ലെങ്കിൽ മത അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള നിയമങ്ങളും അത് മനുഷ്യൻ്റെ ആഹാര സ്വാതന്ത്ര്യത്തെ ഇതുപോലെ ഹനിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അതിൽ എല്ലാവരും ഒരുപോലെ മുന്നോട്ട് വരേണ്ടതാണ് എന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും വക്കീൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന് വലിയ നന്ദി. ഓക്കെ, നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ആരിഫ് ഇന്ന് അതിനെപ്പറ്റി സംസാരിച്ചത്, ഈ ലിഞ്ചിങ്ങിനെതിരെ സംസാരിച്ചതിന് വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. യെസ്, ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ചർച്ച ഇവിടെ ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വക്കീൽ പല കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പല ഇതിനകത്ത് സ്വാഭാവികമായിട്ട് കടന്നു വരും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അങ്ങനെ പോകേണ്ടി വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഇവിടെ ഒന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കോളേഴ്സ് കുറച്ച് പേരുണ്ട്. ഞാൻ കോൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഫോൺ വിളിച്ച് തന്നെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ളൊരു അവസരം ഒരുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ആർക്കെങ്കിലും അങ്ങനെ നേരിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. യെസ്, ഹലോ. പറയൂ, പേരെന്താ? ഹലോ, പറഞ്ഞോളൂ. അതെ, എന്റെ പേര് അനീഷ് എന്നാണ്. പറയൂ, വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ഗോവധം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവധം തെണ്ടിത്തരാണ്. അതെ, നിങ്ങൾ പോത്തിറച്ചി കഴിക്കുന്ന ആളാണോ? നല്ലപോലെ കഴിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയാനുണ്ടോ?
അടുത്ത് പറയാനുള്ളത് ഈ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊന്നും ഒരു പ്രശ്നമല്ല. ഉം. ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുവദിക്കണം. അതായത് ഒരു മനുഷ്യന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉം. നിയമം കൊണ്ടുവരണം. ഉം. അത് പന്നിയായാലും ശരി, പോത്തായാലും ശരി, ഉം. എന്താണെങ്കിലും ഓക്കെ, ഒരു മനുഷ്യന് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കണം. അത് കഴിക്കാൻ അനുവദിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോവധ നിരോധന നിയമങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സ്ഥിതി അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു നിരോധനം വരുവാണെങ്കിൽ എല്ലാത്തിനും വരണം. അപ്പൊ അങ്ങനെയാണ് ചിക്കനും വെട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതേതായാലും ഞാൻ പറയുന്നില്ല. ഭക്ഷണം അത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഗുണമാകുന്ന കാര്യങ്ങൾ കഴിക്കാനുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഒരുക്കുകയാണ് അത് വേണ്ടത്. ഗുണമാകോ ദോഷമാകോ എന്നുള്ളത്. യെസ്, ഇപ്പൊ ബീഫ് കഴിച്ചാല് അതിന് നല്ലപോലെ കൊളസ്ട്രോൾ ഉണ്ട്. അതെ, അതൊക്കെ അപ്പൊ ഗുണമാണോ ദോഷമാണോ അവനവന്റെ ഈ ഒരു നിന്ദക്കനുസരിച്ച് ഒരു ബോധം കഴിക്കാന്നുള്ളതേ ഉള്ളൂ. വേണം. അത് തലമറന്ന് വയറ് അറിഞ്ഞ് ഉണ്ണണം എന്ന് നമ്മൾ പറയും. അത്രേ ഉള്ളൂ. പക്ഷെ ഇഷ്ടമുള്ളത് കഴിക്കുക. അവനവന്റെ അതിന് വരുന്ന ഭവിഷ്യത്തുകളും അവനെ അനുഭവിക്കുക. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ നിയമം നാടൻ നിയമമാണ് എന്ന് നിങ്ങൾ പറയുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും. ഞാൻ ഹിന്ദുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ബീഫ് കഴിക്കുന്ന ഒരാളുമാണ്. യെസ്. അപ്പം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഉം. ആ ഒരു നിയമം ഉണ്ടെങ്കിൽ ഉം. അതെടുത്ത് അവസാനിക്കണം. മാറ്റണം എന്ന് തന്നെ അവസാനിക്കണം. തീർച്ചയായിട്ടും അവസാനിക്കണം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് പകർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. നമുക്കൊരു 2-3 കോളും കൂടി എടുക്കാം. ബാറ്ററി ഡൗൺ ആയി, ചാർജ് ചെയ്യാൻ മറന്നുപോയി. വേറെ ഒന്നും വിചാരിക്കരുത്. ഫോൺ അടുത്ത ആൾ പറയൂ. ഹലോ. പറഞ്ഞോളൂ. ഞാനൊരു സംഖ്യയാണ്. പറയൂ. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പേരെന്താണ്? ജോബി. ജോബി. ആ, ഓ, വെറും സംഖ്യയല്ല, കൃസംഖ്യയാണ്. അതെ. പറയൂ. ഇതിനകത്ത് ഈ മോബ് ലിഞ്ചിങ് തെറ്റാണ്. പക്ഷേ ഈ ബില്ലുണ്ടല്ലോ, കൗസ് ഓർഡർ, അത് പ്രത്യേകം നടത്തിയിരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് അല്ലേ? ഹലോ, മുഴുവനാക്കി പറയൂ. നമ്മുടെ ഇന്ത്യയിലെ ഓരോ യൂണിയൻ ചേർന്നല്ലേ, സ്റ്റേറ്റിന്റെ യൂണിയൻ ചേർന്നാണ് ഇന്ത്യ ഉണ്ടായിരിക്കും. എങ്ങനെ ക്ലിയർ ആവുന്നില്ല, നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നമ്മള് ഹരിയാന പോലുള്ള സ്റ്റേറ്റില് ഈ നിയമം നടത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ. അതെ. ആ ഗവൺമെന്റ് ആ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അവര് ഒരു ജനാധിപത്യ ഇലക്ഷൻ നേരിട്ട് ജയിച്ചു വന്നിരിക്കുന്ന ഗവൺമെന്റ് ആണ് അവിടെ ആ ഒരു ലോ നടത്തിയിരിക്കുന്നത്. അപ്പൊ ആ ലോ സംസാരിക്കുന്നത് അവിടെ ജനങ്ങളുടെ താല്പര്യമാണ്. അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ എന്ന്. അതുകൊണ്ട് ആ ലോ അവിടെ നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. അങ്ങനെയാണ്. പക്ഷെ ആ ലോ തെറ്റുന്നവരെ ഇങ്ങനെ മോബിലൈസിങ് ചെയ്ത് കൊന്നു കളയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അപ്പൊ അതേ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പോ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ബീഫ് കഴിക്കണമെന്ന് തോന്നി എന്ത് ചെയ്യും? നാട്ടിൽ കാണിക്കുന്നവരാണ് അവിടെ ഇലക്ട് ചെയ്ത ഗവൺമെന്റിനെ അടുത്ത് ഈ ഒരു അവര് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലോ? ഒരു വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ റൈറ്റ് ടു ഈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ആർട്ടിക്കിൾ 48 പ്രകാരം. അപ്പോൾ നിങ്ങളുടെ ധാരണ പ്രകാരം ഒരു മന്ത്രിസഭ അവിടെ ഭരണത്തിലേറുമ്പോൾ അവരെ ജയിപ്പിച്ചു വിട്ട ആളുകളെ മാത്രമാണോ ആ മന്ത്രിസഭ ഭരിക്കേണ്ടതുള്ളൂ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണേ? അവർക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുടെ ഇൻട്രസ്റ്റുകളും അവിടെ സംരക്ഷിക്കപ്പെടണ്ടേ? അവരുടെ റൈറ്റ്സും അവിടെ സംരക്ഷിക്കപ്പെടണ്ടേ? നമുക്കിപ്പം എല്ലാ റൈറ്റ്സും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ മയിലില്ലേ, പീക്കോക്കിനെ നമുക്ക് കൊന്നു തിന്നാൻ പറ്റത്തില്ലല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ പശു എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ഫുഡ് ചെയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിക്കാവുന്ന, നമുക്ക് എന്താ പറയുക, നമ്മൾ റെയർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാറ്റൽ ബ്രീഡാണത്. അത് നമുക്ക് തിന്നാം. നമ്മൾ സിംഹത്തിനെ തിന്നണമെന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്, പുലിയെ തിന്നണമെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ ഭക്ഷണ ആവശ്യത്തിന്റെ കാര്യമല്ലേ നമ്മൾ പറയുന്നത്. ഈ ഒരു ലോയ്ക്കകത്ത് തന്നെ ഇതിനകത്ത് ഒരു പ്രത്യേക തരം പശുവിനെ മാത്രമാണ് സ്ലോട്ടർ ചെയ്തുള്ളത്. അത് ഇന്ത്യൻ ബ്രീഡ് ആയിട്ടുള്ള എന്തോ. പക്ഷേ തല്ലിക്കൊല്ലാൻ വന്ന ആൾക്കാർ ഏത് ബ്രീഡ് തിന്നു എന്നല്ല ചോദിച്ചത്. അവര് ബീഫ് തിന്നോന്നേ നോക്കിയിട്ടുള്ളൂ. അപ്പോഴോ? അതെ, അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശാസ്ത്രീയമായിട്ട് അത് ബീഫാണെങ്കിൽ തല്ലിക്കൊല്ലാം എന്നാണോ?
അല്ല മോബ് ലിഞ്ചിങ് തെറ്റാണെന്ന് ഞാൻ എന്റെ കോൾ തുടങ്ങിയപ്പോഴേ ഞാൻ സമ്മതിച്ച ഓക്കെ, കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ അവിടെ ഈ നിയമം ഉണ്ടാക്കുന്നത് ഒരു വശത്തുള്ളപ്പോൾ തന്നെ ഇവർക്ക് വോട്ട് ചെയ്യാത്ത ആളുകളും ഉണ്ടല്ലോ, അവർക്ക് ഇത് കഴിക്കാനുള്ള അവകാശമില്ലേ? അതപ്പോൾ ആര് സംരക്ഷിക്കും? അല്ലെ ഇപ്പം ഈ നമ്മുടെ ആർട്ടിക്കിൾ 48 പ്രകാരം കൗ സ്ലോട്ടറും ഈ കാഫ് സ്ലോട്ടറും എന്ന് വെച്ചാൽ അംബേദ്കർ ഒരു സംഖ്യയല്ലല്ലോ. അതെന്താ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ആർട്ടിക്കിൾ 48 പ്രകാരം കൗ സ്ലോട്ടറും ആനിമൽ ഹസ്ബൻഡറി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം, അത് സ്ലോട്ടർ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ആർട്ടിക്കിൾ 48 ഇപ്പോഴും അങ്ങനെയല്ലല്ലോ എഴുതി പറയുന്നത്. വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള നിയമങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കാം എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. അത് നിർബന്ധമായിട്ട് നിയമമല്ല, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അത് തന്നെ ഉണ്ടാക്കാതിരിക്കാം, ഉണ്ടാക്കാനുള്ളവർ നാട്ടിൽ ഉണ്ടാക്കിക്കൂടെ? അത് ഉണ്ടാക്കാതിരിക്കാം, അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മതത്തിന്റെ പേരിലോ ജെൻഡറിന്റെ പേരിലോ ഒന്നും ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴോ അത് കോൺഫ്ലിക്റ്റ് ആയില്ലേ? ഞാൻ ചോദിക്കട്ടെ, കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള എത്രയുണ്ട്? മതം ആചരിക്കാനുള്ള ലോ ഉണ്ട്, ആ മതം സയന്റിഫിക് ടെമ്പർ വളർത്താനുള്ള കോൺട്രാക്ട് ആണ്. ഇത് രണ്ടും കോൺട്രാക്ട് ആയിട്ട് വേണേ അത് രണ്ടും അവിടെ പ്രൊട്ടക്ട് ചെയ്യണം. അതാ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള റൈറ്റും പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ഇതേ ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യണ്ടേ? ഈ ഭരണഘടനാ പ്രകാരം അങ്ങനെ ഒരു ലോ ഉണ്ടാക്കാൻ നിയമമുള്ളപ്പോ അങ്ങനെ ഒരു ഭരണഘടനാപരമായിട്ട് അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് അന്നത്തെ കാലഘട്ടത്തിൽ അത് അവിടെ എഴുതി വെച്ചു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമില്ലെങ്കിൽ അത് എടുത്തു കളയാനും പറ്റും, ഭരണഘടന ഭേദഗതി നടത്തിയിട്ട്. അതറിയോ? അങ്ങനെ താമസിക്കുന്ന ഈ ഹരിയാന പോലെയുള്ള സ്റ്റേറ്റ് താമസിക്കുന്ന ജനങ്ങൾക്ക് അങ്ങനെ ഒരു എടുത്തു കളയണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവരത് എടുത്തു കളയാൻ തക്കതായ ആംബിയർ ഉള്ള ഒരു ഗവൺമെന്റിനെ ജയിപ്പിക്കട്ടെ. നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അവിടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിക്കപ്പെടുകയും വേണം. ഭൂരിപക്ഷത്തിൻ്റെതെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ തെറ്റിദ്ധരിക്കുകയാണ്. ഭൂരിപക്ഷത്തിന് ഗുണ്ടായിസ് ഇറക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ അധികാരമൊന്നുമില്ല. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. നമ്മള് ഈ ഒരു ലോ പാസ്സാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റുന്ന ഗുണ്ടായിസ് അല്ലല്ലോ. എനിക്ക് ഒരു പോയിന്റൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിയാന ഗവൺമെന്റില് ബീഫ് കഴിക്കാം, അവിടെ പശുയിറച്ചിയാണ് ഇതായിട്ട് നിങ്ങൾ പറയൂ. നിങ്ങൾ വീണ്ടും ഒരു പോയിന്റ് ക്ലിയർ ചെയ്യണം. അതായത് ഒരു ആള് ഒരു ഗവൺമെന്റിനെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിന് തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളോട് മാത്രമേ ബാധ്യതയുള്ളൂ, അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അല്ല, അപ്പോൾ അവിടെ ബീഫ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളും ഇല്ലേ? അവരുടെ ഇൻട്രസ്റ്റ് ആര് അവിടെ പരിപാലിക്കും? അതിനവർ ആര് നിലനിർത്തും? അത് നിങ്ങൾ പറയൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു മയിലിറച്ചി കഴിക്കാൻ നടക്കുമോ? മയിലിറച്ചി ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും? അത് ആദ്യമേ പറഞ്ഞു, അത് മാറ്റി വെക്കണം. കാരണം നമ്മളിവിടെ സിംഹത്തിനെ തിന്നുന്നതോ അല്ലെങ്കിൽ മറ്റേ പുലിയെ തിന്നുന്നതോ അല്ല നമ്മളിവിടെ പറയുന്നത്. ഇത് എഡിബിളായിട്ട് നമുക്ക് കഴിക്കാവുന്ന കൃഷി ചെയ്യുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കാറ്റിൽ റിയറിംഗ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. കേട്ടിട്ടില്ലേ? മയിലിനെ ആരെങ്കിലും ഇവിടെ വളർത്തുമൃഗമായിട്ട് കൊണ്ടു നടന്ന് തിന്നാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ടോ? അത് വൈൽഡ് ആനിമൽ അല്ലേ, വൈൽഡ് പക്ഷിയല്ലേ? ഈ വളർത്തുമൃഗമായിട്ടുള്ളവരുടെ ഇറച്ചി മാത്രമല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അതല്ലേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിലും അതിന് വേറെ പല റീസൺസ് ഉണ്ടല്ലോ. സൂണോട്ടിക് ഡിസീസസ് വരെ വരും അങ്ങനെ വൈൽഡ് ആനിമൽസിനെ കഴിച്ചാൽ. അതുകൊണ്ടൊക്കെയാണ് അത് കഴിക്കരുതെന്ന് പറയുന്നത്. അതറിയില്ലേ? ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എനിക്കതിനകത്ത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി രാജ്യസഭയിലെ എംപിയുടെ ഒരു ചർച്ച ഞാൻ കേട്ടിരുന്നു ഈ ക്ലൗഡ് സോട്ടറിനെ പറ്റി. നമ്മുടെ തമിഴ് നടൻ പ്രകാശ് രാജുമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അതിനകത്ത് പുള്ളി പ്രകാശ് രാജില്ലേ, നമ്മുടെ പാണ്ടിപ്പടയ്ക്കകത്തായിരുന്നു. അപ്പൊ പുള്ളിയായിട്ടുള്ള ഒരു ചർച്ച കിടപ്പുണ്ട്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൗ എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ ബ്രീഡായിട്ടുള്ള ഒരു കൗനെ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാവൂ. അതേപോലെ മേഘാലയയിലുള്ള, ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത്. ഇത് ബീഫ് തിന്നു പറഞ്ഞിട്ട് ഇവരെ തല്ലിക്കൊല്ലാൻ പോകുന്ന ആളുകളോടാണ് നിങ്ങൾ ഉപദേശിക്കുന്നത്. നിങ്ങളൊരു അസൽ സംഖ്യയാണല്ലോ. നിങ്ങൾ നേരെ വണ്ടി പിടിച്ചു പോവുക, ഹരിയാനയിൽ ചെന്ന് ഇറങ്ങുക, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുക. അവിടെ നമ്മളുടെ ഗോരക്ഷാസേനയുടെ ഓഫീസ് നിങ്ങൾക്ക് അവിടെ കാണാം. 10 രൂപയുടെ ഓട്ടോറിക്ഷയേ ഉള്ളൂ. അവിടെ ചെല്ലുക, അവരെ പിടിച്ച് ഉപദേശിക്കുക. അതാ വേണ്ടത്. നിങ്ങൾ ബ്രീഡ് നോക്കണം. നിങ്ങൾ അത് മറ്റേ കാളയാണോ നോക്കണം, പോത്താണോ നോക്കണം. ഇതൊക്കെ അവിടെയാണ് പോയിട്ട് ഉപദേശിക്കേണ്ടത്. നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്ലാസ്റ്റിക് നിന്നാണ് പശുക്കൾ മരിക്കുന്നത്. നമ്മള് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇവിടുത്തെ BJP ഒന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഗോവധ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ് നമ്മുടെ പ്രശ്നം. അതിനെ നിരോധിക്കണം എന്ന് പറയുന്നതിന്റെ വിശ്വാസ ബേസിസ് ആണ് നമ്മുടെ പ്രശ്നം. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം. എന്നാൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാണ്. നിങ്ങൾ ക്രിസംഖിയാണെന്നാണല്ലോ പറഞ്ഞത്. സവർക്കർ ഈ പറയുന്ന ഗോവധ നിരോധനത്തിനെതിരായിരുന്നു. അതറിയോ? പശു പൂജയ്ക്ക് എതിരായിരുന്നു പുള്ളി. അതറിയോ?
എനിക്കത് ഒരു പുതിയ ഒരാളാണ്. ഗാന്ധിജി അപ്പോൾ അതും കൂടി ഒന്ന് പോയി ഇതിനെ പഠിക്കും. അപ്പോൾ ആളുകളാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിക്കും സവർക്കറുടെ ആളാണോ അതോ ഗാന്ധിജിയുടെ ആളാണോ എന്ന് ആദ്യം തീരുമാനിക്കുക. അല്ല, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗസ്ലോട്ടർ ഒരു തെറ്റാണെന്ന് ഞാൻ ആദ്യമേ സമ്മതിച്ചു. ഈ പശുവിന്റെ പേര് കൗസ്ലോട്ടർ പശുവിന്റെ പേരില് തെറ്റാണെന്നോ? അതായത് ഈ മോബിലിഞ്ചിങ് തെറ്റാണെന്ന് ഞാൻ ആദ്യമേ സമ്മതിച്ചു. അതല്ല നമ്മുടെ പ്രശ്നം. മോബ് ലിഞ്ചിങ് തെറ്റാണെന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിക്കേണ്ട കാര്യമില്ല. അതിപ്പോ മോബ് ലിഞ്ചിങ് അത് എന്തിന്റെ പേരിലായാലും അത് തെറ്റ് തന്നെയാണ്. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഗോവധ നിരോധനം എന്ന് പറയുന്ന ഈ കാലത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ആവശ്യമില്ലാത്ത ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്തുള്ള ഒരു സാധനമാണ്. അതിനെയാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും മിനിമം നിങ്ങളുടെ സ്വന്തം നേതാവായ സവർക്കർ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒന്ന് ഉൾക്കൊള്ളുക. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. യെസ്, സവർക്കറെ പോയി ശരിക്കും പഠിക്കൂ. ഓക്കെ, യെസ്, നിങ്ങൾ ശരിക്കും ഒരു കൃസംഗി തന്നെയാണ്, സമ്മതിച്ചിരിക്കുന്നു. 10 മാർക്ക് 10. യെസ്, ചെല്ലു. ബാറ്ററി. യെസ്, ഒരു കോളും കൂടി നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. പറയൂ. മലയാളിയായ ഒരു വികാരമാണ്. നമ്മള് നീമ്പോളെല്ലാം മറ്റേ പേര് മറന്നുവല്ലോ, ടോവിനെ പറഞ്ഞ പോലെ. അതെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനെ എതിർക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ എനിക്ക് ഒരു താല്പര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും മോബിലിറ്റിങ് വരുമ്പോ അത് നമുക്ക് ഒട്ടും തീരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ബീഫ് എവിടെ പോയാലും കിട്ടണം എന്ന് ആണ് ശരിക്കും പറഞ്ഞ എന്റെ ഒരു ആഗ്രഹം. പണ്ട് ഞാന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് ഡൽഹിയിലോട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ഒരു 6ാം ക്ലാസ് പറയുമ്പോൾ ഒത്തിരി വർഷം മുന്നേ. അപ്പൊ ആ സമയത്തെ ഈ ശരിക്കും പറഞ്ഞ ഈ ഒരു ബീഫ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു സെൻസിറ്റീവ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അവിടെ പക്ഷെ ഒരു മലയാളി ഹോട്ടലില് സീക്രട്ട് ആയിട്ട് നമുക്ക് ബീഫൊക്കെ വിളമ്പിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ പറ്റും. അവിടെ പുറത്ത് വെച്ച വേറെ കറി, അതായത് പോത്ത് കറി എന്നൊക്കെ പറഞ്ഞ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ബീഫാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഭക്ഷണം എന്ന് പറയുന്ന സംഭവം അത് ഒരാളുടെ ആവശ്യമാണ്. അത് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കഴിച്ചു പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരിഫ് എങ്ങനെ ആൻസർ ചെയ്യുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ മേഘാലയ പോലത്തെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ നമ്മള് ഓമനിച്ച് വളർത്തുന്ന നായകളെ ഉണ്ടല്ലോ. അപ്പം അത് ഇപ്പം നേരത്തെ പറഞ്ഞു കേട്ടായിരുന്നു, അത് ഒരിക്കലും ഒരു ഫുഡ് ഇത് കാറ്റഗറി വരുന്നതല്ല, കാറ്റിൽ പോലെ. അതെനിക്ക് മനസ്സിലായി. എന്റെ ചോദ്യം വെച്ചാൽ വേറെയാണ്. അതായത് ഇപ്പൊ നമ്മൾ അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫുഡ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു മൃഗമാണത്. ഓക്കെ, പക്ഷെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. പക്ഷെ അവര് ഇപ്പൊ നമ്മുടെ പോലത്തെ ഒരു കേരളത്തിൽ വന്നിട്ട് അത് ഒരു ഫുഡായിട്ട് വേണം എന്ന് അവരിത് പറയുവാണെങ്കിൽ, അതായത് അവർ കഴിച്ച് ശീലിച്ച ആ സംഭവമാണ് എന്ന് പറയാൻ നമുക്കതിന് എനിക്കതിനൊരു ഉത്തരം കിട്ടുന്നില്ല ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ. അതെ അതെ അത് തന്നെയല്ലേ. അത്രയും സ്ട്രേ ഡോഗ്സിന്റെ പ്രശ്നം തീരുമല്ലോ. ഓക്കെ, അപ്പൊ കറക്റ്റായി എല്ലാം ടൈല്. അതെ, പണ്ട് നമ്മൾ ഇതേപോലെ ഒരു യാത്ര പോയി, ഇതേപോലെ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇതുപോലെ പട്ടിത്തലയും പട്ടിയിറച്ചിയൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കണ്ടിട്ട് നോക്കാനും വന്ന് ഓടി. പക്ഷെ അവിടെ ആളുകൾ ക്യൂ നിന്ന്, നമ്മൾ KFC-യിലൊക്കെ ക്യൂ നിൽക്കണ പോലെയാണ് നിന്ന് വാങ്ങണത്. ഇതവിടെ നടക്കുന്നു. പുഴുവിനെ തിന്നുന്നവര് പലതും ഉണ്ട്. ആളുകളുടെ കാലത്തിനും സ്ഥലത്തിനും അവരുടെ കൾച്ചറിനൊക്കെ അനുസരിച്ചുള്ള പലതും കഴിക്കും. അതിനിപ്പോൾ നമുക്ക് ഒട്ടക ഇറച്ചി നമ്മളോട് കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഓരോ ആളുകൾക്ക് ഓരോ രീതിയുണ്ട്. ഇപ്പം ഞാൻ തന്നെ പന്നിയിറച്ചി കഴിക്കാൻ എന്തെല്ലാം കഷ്ടപ്പാട് ആദ്യമൊക്കെ എടുത്തു. ഇപ്പോൾ അത് കിട്ടിയാൽ നമ്മൾ വിടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് ശീലത്തിൻ്റെയും അതുപോലെ നമുക്ക് ആ സാധനം നല്ലത് കിട്ടാത്തതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നോക്കണം. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരു റെസ്ട്രിക്ഷനും പാടില്ലല്ലോ. എന്തായാലും ഞാനൊരു കാര്യം പറയാണ്, കൾച്ചേർഡ് മീറ്റ് വരുന്ന കാലഘട്ടത്തിൽ നല്ല അസല് പട്ടിയിറച്ചി നിന്നാലും ഞാൻ കഴിക്കും. ഉള്ള കാര്യം അത് ന്യൂസ് കണ്ടിട്ടുണ്ട്. അതൊരു രസമായിരിക്കും ശരിക്കും പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കണ്ണിൽ വെളിച്ചം വേറെ എണ്ണയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്ഥിരം വിഷയമല്ലേ?
സ്ഥിരം വിഷയമല്ല. യെസ്, ഓക്കെ. ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാനത് പൊറോട്ടയും ബീഫിന് പല കഴിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഓ, ശ്രദ്ധിച്ചില്ല. താങ്ക് യു. ശരി, ബൈ. ബൈ. ഓക്കെ, അപ്പോൾ ഒരാള്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. എന്റെ പേര് സഞ്ജീവ് എന്നാണ്. സഞ്ജീവ്. ഓ, സഞ്ജീവ്, തെറ്റിദ്ധരിച്ചു. പറയൂ. ഓക്കെ. എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഈ ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് കാര്യ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ചർച്ചയ്ക്ക് വെച്ചേക്കുന്ന വിഷയം. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെതിരെ ശരിക്കും അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ബോധവൽക്കരണം നടത്തേണ്ട സമയമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിക്കുള്ള ചിന്താഗതികളും പ്രചരണങ്ങളും വേണ്ടത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒപ്പോസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നല്ല പ്രതിഫലം കിട്ടുന്നത് ഇതിനെതിരെ നമ്മൾ കാര്യകാരണ സഹിതം വിശദീകരിച്ച് നല്ല രീതിയിൽ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു കാര്യത്തെ ഒപ്പോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചും അതിന്റെ പ്രതികരണം അതുപോലെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോൾ ഇത് ഇത്രയും നാൾ ഇന്നലെയും ഇന്നും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് BJP സംഘപരിവാർ അങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണുന്നത്. ഇത് BJPയോ സംഘപരിവാറോ കൊണ്ടുവരുന്നതിന് മുന്നേ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇതിന്റെ റൂട്ട് കിടക്കുന്നത് വിശ്വാസത്തിലാണ്, മതത്തിലാണ്. അപ്പൊ അത് ഒരു അന്ധവിശ്വാസമാണ്. മതത്തിനേക്കാളുപരി അവര് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം മതത്തിനെ അതായത് ഉദ്ധരിക്കാന്നുള്ളതിനേക്കാളും രാഷ്ട്രീയപരമായിട്ട് വോട്ട് കിട്ടാന്നുള്ള ആ ചിന്താഗതിയോടെയാണ് ഇപ്പം കോൺഗ്രസ് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെ ടൂൾസ് ആണല്ലോ, നമുക്ക് വേണ്ട ആയുധങ്ങളായിട്ട് മാറുകയാണ് ഇത് വോട്ട് പിടിച്ചെടുക്കാനുള്ള കുഴിച്ചെടുക്കാനുള്ള സാധനമായിട്ട്. അല്ലാതെ ഒരു ഇപ്പൊ ഹിന്ദുക്കള് സംഘടിതമായിട്ട് എല്ലാരും ഈ പശുവിനെ അല്ലെ ഈ ബീഫ് കഴിക്കുന്നവരെ ആക്രമിക്കണം എന്നൊരു ചിന്താഗതി എനിക്ക് തോന്നുന്നില്ല. ഒരു 99% പേർക്കുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു നാട്ടിലൊരു നിയമം ഉണ്ടാവുമ്പോൾ ഇപ്പോൾ ഇത് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കിത് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ ഈ ബ്ലാസ്ഫമി ആരോപിച്ചിട്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു നിയമം, അതായത് മുഹമ്മദ് നബിയെ വിമർശിക്കരുത്, ഇസ്ലാമിനെ വിമർശിക്കരുത് എന്നൊരു നിയമം ഉണ്ടാവുകയും അതിനകത്ത് ഔദ്യോഗികമായിട്ട് ഇടപെടേണ്ട ഗവൺമെൻറ്റൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ അവരിടപെടാൻ വൈകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ വിജിലാൻറ്റീസം കൊണ്ട് നടക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്, നമ്മളെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന കൂട്ടം ആളുകൾക്ക് ഗുണ്ടകളായിട്ട് നടക്കുന്ന അവർക്കും എന്തെങ്കിലും പണി വേണമെന്നാണല്ലോ അവർ ചിന്തിക്കുക. വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് വന്ന് ഇത് ഏറ്റെടുത്ത് ഇതിൽ ആളെ കൂട്ടി ചെയ്യുന്നു. എന്തായാലും ഇവിടെ നമ്മൾ കണ്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ പാകിസ്ഥാനിൽ ഈ മതനിന്ദ ആരോപിച്ചിട്ട് ആൾക്കൂട്ടം കൊലപാതകം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടാണ് തല്ലിക്കൊല്ലുക. അവരെ ആരാണ് കൊന്നതെന്നോ എന്താണെന്നോ ഒരു പിടിയും കിട്ടില്ല. അതേസമയം ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇന്നലത്തെ കൊലപാതകത്തിൽ 7 പേരാണ്, ഇന്നത്തെ കൊലപാതകത്തിൽ 5 പേരാണ്. അപ്പോൾ എണ്ണിയെങ്കിലും എടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്ന എന്താണ്? ഹിന്ദു മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു സംഗതിയാണ് എങ്കിൽ പോലും ഇതിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഇതിനകത്ത് വിട്ടു നിൽക്കുന്ന ഒരു സംഗതി കൂടിയാണെന്നല്ല ഇത് തെളിയിക്കുന്നത്. അതെ, അപ്പോൾ നമ്മൾ അതിനെ അക്നോളജ് ചെയ്യണം. കാരണം അവിടെ ഹിന്ദു സമൂഹം ഈ വിഷയത്തിൽ വിട്ടു നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. ഇത് അതല്ലല്ലോ ഇവിടെ ഞാൻ പറയുന്നു. ഇപ്പോൾ തീവ്രവാദി, ഇപ്പോൾ കേരള സ്റ്റോറി മൂവി വന്നപ്പോൾ ഇത് മുസ്ലിങ്ങളെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ മുസ്ലിങ്ങളെ തീവ്രവാദികളെ പറയുമ്പോൾ അത് മുസ്ലിങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് അതുപോലെ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇപ്പുറത്തെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ വരുന്നുമില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. വരുന്നവർ മുഴുവൻ സംഘികളായിട്ട് മാറുന്നു. ഇതിപ്പോൾ ക്രിസംഘികൾ വരെ വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ്. സംഘികൾ പോലും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാറില്ല. അതാണ് അവസ്ഥ. അല്ല നമ്മള് ഹിന്ദുമതത്തിൽ എനിക്ക് തോന്നുന്നു എന്റെ കാഴ്ചപ്പാടിൽ ഹിന്ദുമതത്തില് അതായത് മസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമുക്ക് എന്തിനേയും നമുക്ക് വിമർശിക്കാം, എന്തിനേയും എതിർക്കാം, ഏത് വിശ്വാസത്തെയും നമുക്ക് എതിർക്കാം, വിശ്വസിക്കാതിരിക്കാം. നമ്മുടെ ചിന്താഗതി നമ്മുടെ അങ്ങനെയാണെന്നൊന്നും അല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ ചാർവാകന്മാരുടെ കാര്യമൊക്കെ അത് പണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. ചാർവാകന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് കൊന്നു എന്നൊക്കെ പറയുന്ന ചില സംഗതികളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നതില്ലല്ലോ. അതെവിടെയും കാണും. അതെ, ഇന്നതില്ലല്ലോ. ഇല്ല. ഇന്ന് അതില്ലാത്തപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ അതിന് പിന്നാലെ പോണേന്നാണ് നമ്മൾ ചോദിക്കുന്നത്.
അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഇതിനെതിരെ ശരിക്കും പറയാൻ ശക്തമായിട്ടുള്ള, അതായത് നമ്മൾ റൂട്ട് ലെവലിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനം. അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള നിയമങ്ങളും തീർച്ചയായിട്ടും കാലത്തിന് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങളല്ല ഒരിക്കലും. ഈ ഒരു ആഹാരത്തിനെ ബേസ് ചെയ്ത് ഇന്ന ആഹാരം കഴിക്കരുത്, അല്ലെ അല്ലെ പശുവിനെ അല്ലെ ഇതിനെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞുള്ള ആ നിയമങ്ങൾ പോലും നമ്മൾ എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആധുനിക സമൂഹത്തിൽ ഒരിക്കലും യോജിക്കുന്ന നിയമങ്ങളല്ല. അത് ഷെയർ ചെയ്തതിന് വളരെ നന്ദി. ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഹിന്ദു മതത്തിൽ ജനിച്ചു വീഴാൻ കൊതിയാവുന്നു എന്ന് പറയുന്നത്. പക്ഷേ ബ്രാഹ്മണനായിട്ട് ജനിക്കണം. മറ്റേ ഇവിടെ പറഞ്ഞ മാതിരി ശൂദ്രനായിട്ട് ജനിച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം കോൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ബാറ്ററി ഡൗണുമാണ്, പിന്നെ സമയം ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. വീണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട, ഇതുപോലെയുള്ള എല്ലാ ലൈവിലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കോള് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എപ്പോൾ വേണമെങ്കിലല്ല, ഈ ലൈവ് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും വേണമെങ്കിൽ വിളിക്കാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ, അതിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നാളെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ചേർത്ത് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മളുടെ ഒരു ശ്രമം. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന്. ഇനി അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സ് അവിടെ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു മണിച്ചിത്രത്താഴ് അത് തുറന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് പങ്കെടുക്കാം. അതുപോലെ വിവരങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. ഇവിടെ പല ആളുകളും നമ്മൾ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഞാനും ആലോചിക്കായില്ല, നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു തീവ്ര ഹിന്ദുത്വ എന്നൊക്കെ പറയുന്ന ഒരു ആളെ തന്നെ കൊണ്ടുവന്നിട്ട് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ കുറേയും കൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പല സംശയങ്ങൾ നമുക്കുണ്ടാവും. അത് നമുക്ക് ചോദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. ഒരു ഡിബേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അറിയുന്ന, ഒരു വിമർശനാത്മക സ്വഭാവത്തിൽ കാണുന്ന ആരെങ്കിലും നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് നമുക്കിത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ അത് ഒരു ചർച്ചയായിട്ട് നമ്മളെ ചാനലിൽ വരും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, അതുപോലുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് നമ്മൾ മുന്നോട്ട് ഇതുപോലെ പല വിഷയങ്ങളിൽ ഇടപെടാനും അത് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ നമുക്കുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബാക്കി നാളെ. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.